لا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. بمحمد المختار يا مولاي خير الأنام وسيد الشفعاء وبسيد الصديق ثم بسيدي عمر المفدى ثاني الخلفاء وبسيدي عثمان ثم بسيدي زوج البطول علي ذي الهيجاء وبطلحة ثم الزبير وسعدهم وسعيدهم ذي المجيد والآلاء وببن عوف من سما فالك الللا وأبي عبيدة سيد الأمناء ومن علي بتوبة مقبولة تمحو بها عني عظيم خطائي رضوان ربي دائما يغشاهم ما ناهت الورقاء بالبطحاء إلى محمد سيدنا محمد. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എൻ്റെ മാസമാണ് എന്ന് പറഞ്ഞ മാസമാണ് ഷഅബാൻ. ഷഅബാനു ശഹരി, ഷഅബാൻ എൻ്റെ മാസമാകുന്നു. സൂഫിയാക്കളായ ആളുകളൊക്കെ റബീഉൽ അവ്വലിനേക്കാൾ കൂടുതൽ മദ്ഹുൻ നബി പറയാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഷഅബാൻ മാസമാണ് എന്ന് കാണാം. ഈ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹു അൻഹു ജനിച്ച മാസമാണ് ഷഅബാൻ മാസം. ഷഅബാൻ 1 മുതൽ തന്നെ ഒരുപാട് പ്രാധാന്യങ്ങളുള്ള ധാരാളം ദിവസങ്ങളാണ്. അലം നശ്റഹ് സൂറത്ത് ഇറങ്ങിയ മാസമാണ് ഷഅബാൻ മാസം. അലം നശ്റഹ് സൂറത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ ധാരാളമായി മദ്ഹ് ചെയ്യുന്നത് കാണാം. നബി തങ്ങളുടെ ഓരോ ഗുണഗണങ്ങൾ ഈ സൂറത്തിൽ പറയുന്നുണ്ട്. മറ്റു അമ്പിയാക്കളോട് അല്ലാഹു തആല ഇൻശിറാഹു സദർ, ഹൃദയവിശാലതയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നബിയോട് നബിയെ നിങ്ങളുടെ സദറിനെ ഇൻശിറാഹ് ചെയ്ത് തന്നില്ലയോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. വയല് പറയുമ്പോൾ സാധാരണ മൗലവിമാര് ഓതാറുള്ളൊരു ദുആയാണ് റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു തആല ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ഒരു ദുആയാണത്. വഖുർ റബ്ബിശ്റഹ് ലീ സദ്രി എന്നാണുള്ളത്. വഖുൽ, മൂസാ നബിയെ നിങ്ങൾ ദുആ ചെയ്യുക, റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി എന്ന് നിങ്ങൾ ദുആ ചെയ്യുക. എന്നാൽ നബി തങ്ങളോട് പറഞ്ഞത് അലം നശ്റഹ് ലക സദ്റക, നബിയെ നിങ്ങളുടെ സദ്റിനെ നിങ്ങൾക്ക് നാം തുറന്നു തന്നില്ലയോ എന്നാണ്.
ഒരു നബിനോട് നിങ്ങൾ ഇൻഷിറാഹു സദറിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിങ്ങൾക്ക് ഞാൻ ഇൻഷിറാഹു സദർ ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുന്നു. അലന്നശ്റ സൂറത്ത് മുഴുവൻ അങ്ങനെയാണ്. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ ഓർമ്മയെ നാം ഉയർത്തിയില്ലയോ എന്ന് ശൈഖ് മുഹമ്മദ് സദരി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് തഫ്സീർ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ ഓർമ്മയെ ഉയർത്തിയില്ലയോ? ഓർമ്മയുടെ മഹാത്ഭുതമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഭയങ്കര ഓർമ്മയിരുന്നു. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നു, ഒരു മനുഷ്യന് നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നടക്കുന്ന ഹിസാബ് ഓർമ്മ വന്നാൽ അവന് സംസാരിക്കാൻ കഴിയുകയില്ല. നമുക്കൊരുപാട് കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഇന്ന് രാവിലത്തെ ഓർമ്മയുണ്ട്, ഇന്നലത്തെ ഓർമ്മയുണ്ട്. ഇന്ന് രാവിലെ കുളിച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഇന്നലെ രാവിലെ കുളിച്ചത് ഓർമ്മയുണ്ട്. ഒരു മാസം മുമ്പ് കുളിച്ചത് ഓർമ്മ ഉണ്ടാവും. കറക്റ്റ് സ്ഥലവും സമയമൊന്നും കൃത്യമായിക്കൊള്ളുന്നില്ല എന്നേ ഉള്ളൂ. നാളെ കുളിക്കാനുള്ളത് ഇപ്പോൾ ഓർമ്മ വരും. ഒന്ന് ആലോചിച്ചൊക്കെ കിട്ടും നാളെ കുളിക്കാനുള്ളത്. അങ്ങനെ ഒരു മനുഷ്യന് തന്റെ ഹിസാബ് ഓർമ്മ വന്നാൽ അവന് സംസാരിക്കാൻ കഴിയില്ല എന്ന് സയ്യിദുനാ ശിഹാബുദ്ദീൻ സുഹ്റവർദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മ പിന്നിലേക്ക് മാത്രമല്ല മുന്നിലേക്കുമുണ്ട് എന്നതാണ്. നമ്മളിങ്ങനെ ബാക്കിലേക്ക് ആലോചിച്ചാൽ 5 കൊല്ലം കിട്ടണം. പിന്നേക്ക് നമ്മളിങ്ങനെ ആലോചിച്ചാൽ 5 കൊല്ലം കിട്ടുള്ളൂ. പരമാവധി ഒരാൾ ബുദ്ധിമുട്ടി ആലോചിച്ചാൽ 8 വയസ്സ് വരെയാണ് കിട്ടുക. അതിന്റെ ബാക്കിലേക്ക് കിട്ടൂല. 8 വയസ്സ് വരെ കിട്ടാൻ കാരണം 8 വയസ്സിന് ശേഷമാണ് നമ്മൾ കേടുവന്നത് എന്നാണ്. നമ്മൾ കേടുവരാൻ തുടങ്ങിയത് 8 വയസ്സിന് ശേഷമാണ്. അതിന് മുമ്പ് എല്ലാവരും നല്ല മനുഷ്യന്മാരാണ്. നമ്മുടെ നല്ല കാലം നമുക്ക് ഓർമ്മ വരുന്നില്ല എന്നർത്ഥം. ഒരു മനുഷ്യൻ ശരിക്ക് നന്നാവാനില്ല, കേടുവരാതിരുന്നാൽ മതി എന്നാണ്. ഇതായിരിക്കും ജനിക്കുമ്പോ കക്കാൻ അറിയുമായിരുന്നില്ല. ജന്മന നമുക്കാർക്കും വഞ്ചിക്കാൻ അറിയില്ല, ചതിക്കാൻ അറിയില്ല, കളവ് പറയാൻ അറിയില്ല. ഒരു കുട്ടിനോട് ഒരു കാര്യം ചോദിച്ചാൽ, ചെറിയൊരു മോനെ വിളിച്ചിട്ട് ഒരു കാര്യം ചോദിച്ചാൽ അവൻ സത്യം പറയും, അവന് കളവ് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. വാപ്പ അവിടെ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഉണ്ടായിട്ട് ഇല്ല എന്ന് പറയണമെങ്കിൽ നേരത്തെ സെറ്റ് ചെയ്യണം, അല്ലാതെ കഴിയില്ല. ഒരു കുട്ടിക്ക് ജന്മന കളവ് പറയാൻ കഴിയില്ല. ഒരു കുട്ടിക്ക് തന്നെ നമ്മളൊക്കെ കുട്ടി തന്നെയായിരുന്നു. ആരും ഇത്ര വലുപ്പത്തിൽ പാറമ്മ കുട്ടി മത്സരമൊന്നും ഇല്ലല്ലോ. എല്ലാവരും കുട്ടിയായിട്ട് വലുതായതാ. 8 വയസ്സിന് മുമ്പ് നമുക്ക് കളവ് പറയാൻ കഴിഞ്ഞിരുന്നില്ല. 8 വയസ്സിന് ശേഷം നമ്മൾ കളവ് പറയാൻ പഠിച്ചതാണ്. അതുകൊണ്ട് 8 വയസ്സിന് മുമ്പുള്ള കാര്യം ഓർമ്മ വരൂല. ഇനി ഓർമ്മ വരികയാണെങ്കിലോ അത് ഓർക്കേണ്ടതായിരിക്കില്ല. നല്ലോണം ചിന്തിക്കണേ. ഓർമ്മ എന്ന് പറഞ്ഞാലേ ഓർക്കേണ്ടതിനെ ഓർക്കലും ഓർമ്മയാണ്, മറക്കേണ്ടതിനെ മറക്കലും ഓർമ്മയാണ്. ചില കാര്യങ്ങൾ മറക്കേണ്ടതായിരിക്കും, അതിനെ മറക്കൽ ഓർമ്മയാണ്. ചില കാര്യങ്ങൾ ഓർക്കേണ്ടതാണ്, അതിനെ ഓർക്കലും ഓർമ്മയാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാകുക. എങ്ങനെ? മറക്കേണ്ടതെല്ലാം നമുക്ക് ഓർമ്മയുണ്ട്, ഓർക്കേണ്ടതെല്ലാം മറന്നിട്ടുമുണ്ട്. കുട്ടികളുണ്ടായിരിക്കണമെങ്കിൽ ഒരു പണിയുണ്ട്. കുട്ടികളുണ്ടായിരിക്കണമെങ്കിൽ ഒരു പണിയുണ്ട്. താരാട്ടുപാട് പാടിയാൽ മതി. പഠിക്കുക. എൻ്റെ ഒപ്പം പാടിക്കോളെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിർത്തിയില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ദുനിയാവിൽ നമ്മൾ വന്നിട്ട് ആദ്യമായി കരഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാനാണല്ലോ. നമുക്കാർക്കെങ്കിലും ആദ്യം കരഞ്ഞത് ഓർമ്മ ഉണ്ടോ?
ആർക്കെങ്കിലും ദുനിയാവിൽ വന്നിട്ട് ആദ്യമായി കരഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ കരഞ്ഞിട്ടുണ്ടായിരിക്കുക ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് കേൾക്കാനാണ്. നമുക്കതിനായിട്ട് അത്രയും ബന്ധമാണ് അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദുനിയാവിലെ ഏറ്റവും രഹസ്യമുള്ള പാട്ട് താരാട്ട് പാട്ടാണ്. ഭയങ്കര രഹസ്യങ്ങളുള്ള പാട്ടാണത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എവൈക്കനിങ് മ്യൂസിക്കാണ്. ജീവിതത്തിന്റെ ഒരു താളം നിയന്ത്രിക്കുന്ന പാട്ടാണ് യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പാട്ട്. വലിയ രസകരമായൊരു പാട്ടാണ്. ഇപ്പോഴും നല്ലൊന്ന് മനോഹരമായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാല് ഉമ്മാന്റെ മടിയിലേക്ക് തിരിച്ചെത്തിയതുപോലെ തോന്നും. മദ്ഹി അലൽ أول سطور باسم الله بدء الخالق لا إله لا إله إلا الله لا إله إلا الله محمد رسول الله. കൂടുതലൊരു ഇൽമു പറയാം. ഒരു കുട്ടി കരയുമ്പോൾ ഉമ്മയുടെ മുലയിലേക്ക് പാൽ ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ ആ കുട്ടി അപ്പോൾ കരയുന്നത് മുല കുടിക്കാനല്ല എന്നാണ്. ഒരു കുട്ടി കരയുമ്പോൾ ഉമ്മാന്റെ മുലയ്ക്ക് പാൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമേ മുല കുടിക്കാൻ വേണ്ടി കരയുന്നുള്ളൂ എന്നാണ്. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണത്താലാണ്. ഒന്നുകിൽ ചെവി വേദന ഉണ്ടാകും, അല്ലെങ്കിൽ വയറുവേദന ഉണ്ടാവും, അല്ലെങ്കിൽ തലവേദന ഉണ്ടാവും. അതൊന്നും അല്ലെങ്കിൽ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാനായിരിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരായി കരയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാതിരിക്കുന്ന സമയത്താണെന്നാണ്. ഒരു രഹസ്യം പറയണത് ഇതാണ്. ആ മുസ്ലിമിന്റെ കുട്ടിക്കാണെങ്കിൽ വരെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി കൊടുത്താൽ കരച്ചിൽ മാറ്റുന്ന കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. എല്ലാ കുട്ടിയും ജനിക്കുന്നത് മുസ്ലിമായിട്ടാണ്. അതുകൊണ്ട് ആ മുസ്ലിമിന്റെ കുട്ടിയാണെങ്കിലും അതിലെങ്ങനെ പോയി ചൊല്ലിക്കൊടുക്കാം? ചൊല്ലിക്കൊടുക്കണം എന്നില്ല. ആ കുട്ടിയെ മനസ്സിൽ കണ്ടിട്ട് ഇപ്പുറത്തെ പെരയിൽ ഇരുന്ന് ചൊല്ലിയാൽ മതി. നമ്മുടെ വീട്ടിലായിരിക്കും, അപ്പുറത്തെ വീട്ടിലൊരു കുട്ടി കരയാണ്. ആ കുട്ടിയെ ഇങ്ങനെ മനസ്സുകൊണ്ട് കണ്ടിട്ട് ഇവിടെ ഇരുന്ന് ചൊല്ലിയാൽ മതി, നിർത്തും. ഇത് അനുഭവമാണ്, വെറുതെ പറയല്ല. ചൊല്ലി നോക്കിയിട്ട് നിർത്തിയതിന്റെ ശേഷം നിങ്ങൾ അംഗീകരിച്ചാൽ മതി. ഞാൻ പറഞ്ഞതിന്റെ പേരിൽ മാത്രം അംഗീകരിക്കണ്ട. ചൊല്ലി നോക്കിയിട്ട് കരച്ചിൽ നിർത്തുന്നുണ്ടെങ്കിൽ മാത്രം അംഗീകരിച്ചാൽ മതി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്രയും പവറുള്ള സംഗതിയാണ്. ഈ ലോകത്ത് നമ്മൾ വന്ന ആദ്യമായി കേട്ട സ്നേഹഗാനം, പ്രണയഗാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മളെ ഉമ്മാന്റെ അത്ര നമ്മളെ സ്നേഹിക്കാൻ വേറെ ആരെ കൊണ്ടും പറ്റില്ലല്ലോ. എന്നാൽ അങ്ങനെ ചരിത്രത്തിൽ തുല്യതയില്ലാതെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഉമ്മ അസ്വസ്ഥരായി നമ്മൾ കരയുമ്പോൾ ഓടി വന്ന് പാടിത്തന്ന പാട്ട്. ഒന്നുകൂടി പാടിയിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 4 മാസത്തേക്ക് മുഹമ്മദ് റസൂലുള്ളാഹ് കൂട്ടിച്ചെല്ലേണ്ടതില്ല എന്നാണ്. സ്ത്രീകളൊക്കെ നല്ലോണം മനസ്സിലായിക്കോളും. അതായത് ഒരു കുട്ടി ആദ്യത്തെ 4 മാസം അള്ളാഹുവിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. സുൽത്താൻ മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ഹംദിന്റെ മഖാം എന്നാണ് അതിന് പറയാം. അൽഹംദുലില്ലാഹ് എന്ന അള്ളാഹുവിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന മഖാമിലാണ് ഒരു കുട്ടി ആദ്യത്തെ 4 മാസം ഉണ്ടായിരിക്കുക എന്നാണ്. രണ്ടാമത്തെ 4 മാസത്തിലേക്ക് കടക്കുമ്പോൾ സ്വലാത്തിന്റെ മഖാമിലേക്ക് നീങ്ങും. അപ്പോൾ മാത്രമേ മുഹമ്മദ് റസൂലുള്ളാഹി കൂട്ടിച്ചെല്ലേണ്ടുള്ളൂ. അപ്പൊ 8 മാസം. താരാട്ടുപാട്ട് എന്ന് പറഞ്ഞത് 12 മാസമാണ്. താരാട്ടുപാട്ട് 12 മാസമാണ്. 4 മാസം ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ്. പിന്നൊരു 4 മാസം മുഹമ്മദ് റസൂലുള്ളാഹി കൂട്ടിയിട്ടാണ്. അപ്പോൾ 8 മാസമായി. പിന്നത്തെ 4 മാസം മാതാപിതാക്കൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുന്ന മഖാമിലാണ് ഒരു കുട്ടി ഉണ്ടാവുക. അതുകൊണ്ട് 8 മാസം കഴിഞ്ഞാൽ 12 മാസം വരെ മാതാപിതാക്കളെ പരിചയപ്പെടുത്തുന്ന പാട്ടാണ് പാടേണ്ടത്. ഉമ്മാനെ പറ്റിയും വാപ്പാനെ പറ്റിയും പറയുന്ന പാട്ടുകളാണ് പിന്നീട് പാടേണ്ടത്. അങ്ങനെ 12 മാസമാണ് താരാട്ടുപാട്ട്. 12 മാസം കഴിഞ്ഞിട്ട് പിന്നെ കുട്ടി വരുമ്പോൾ പാട്ട് പാടൊന്നും വേണ്ട. 12 മാസത്തേക്കാണ് താരാട്ടുപാട്ടിന്റെ സമയം.
എന്ന് പറയുന്നത്. അല്ലാഹു തആല നാഫിയായി മേറ്റട്ടെ. അപ്പൊ ശഅബാൻ മാസം പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി വളരെ അടുത്ത ബന്ധമുള്ള മാസമാണ്. വറഫഅനാ ലക ദിക്റക, നബിയെ നിങ്ങളുടെ ഓർമ്മയെ ഞാൻ ഉയർത്തിയില്ലയോ എന്ന് വിശുദ്ധ ഖുർആൻ ശരീഫ് പറയുന്നു. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓർമ്മയുടെ പ്രത്യേകത ഓർക്കേണ്ടതെല്ലാം ഓർമ്മയിലുണ്ടായിരിക്കുമെന്നും മറക്കേണ്ടതെല്ലാം മറന്നിട്ടുണ്ടായിരിക്കുമെന്നുമാണ്. നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ ഓർക്കേണ്ടതൊക്കെ മറന്നിട്ടുണ്ട്, മറക്കേണ്ടതൊക്കെ ഓർമ്മയുണ്ട്. 4 കൊല്ലം മുമ്പ് ഒരാൾ നമ്മോട് കണ്ണുരുട്ടി, അതപ്പം തന്നെ മറക്കേണ്ടതാണ്, പക്ഷെ നമുക്ക് ഓർമ്മ ഉണ്ടാവും. എന്നാൽ ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓർമ്മയും യഥാർത്ഥത്തിൽ മറവിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറവിയും ഓർമ്മയാണ്. ഇനി ബാക്കിലേക്ക് ഇങ്ങനെ നമ്മളത്രയൊന്നും അല്ല കേട്ടോ. അപ്പൊ നമ്മളെല്ലാവരും ഉമ്മാന്റെ വയറ്റിൽ കിടന്നു എന്നുള്ള ഉറപ്പ് നമുക്ക് ഓർമ്മയില്ല. 9 മാസം ഉമ്മാന്റെ വയറ്റിൽ നമ്മൾ കടന്നു, ഉറപ്പാണ്, സംശയമില്ല ഇതിൽ. പക്ഷെ നമുക്കാർക്കും ഒരു ഓർമ്മയില്ല. ഇനി അതിന്റെ അപ്പുറത്തേക്ക് ഏതായാലും ഓർമ്മയില്ല. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ അപ്പുറത്തേക്കും ഓർത്തു പറയുമായിരുന്നു. ഞാൻ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കൂടെ കപ്പലിലായിരുന്നു. കുന്തു നബിയൻ വൽ ആദമു ബൈനൽ മാഇ വത്തീൻ. ആദം നബി അലൈഹിസ്സലാം മണ്ണും ചെളിയുമായി സ്വർഗത്തിന്റെ തെരുവിൽ കിടക്കുമ്പോ അള്ളാഹു എന്നെ നബിയാക്കി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ മുന്നിലേക്ക് ഓർക്കും, ബാക്കിലേക്ക് ഓർത്ത മാതിരി മുൻപിലേക്ക് ഓർക്കും. ഭയങ്കര ഓർമ്മയാണ്. എല്ലാ സന്ദർഭത്തിലും ഉമ്മത്തിനെ ഓർക്കുന്ന ആളാണ് മുഹമ്മദ് നബി. ആത്മഹർഷം തുടികൊട്ടുന്ന നാളിലെ ഏക പ്രതീക്ഷയാണ് ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പാര് മക്കളെയും ഉമ്മാര് മക്കളെയും മക്കൾ മാതാപിതാക്കളെയും ആലോചിക്കുന്നത് സിറാത്ത് പാലം കടന്നതിന്റെ ശേഷം മാത്രമേ ഉള്ളൂ. പാലം കടക്കുന്നതിന് മുമ്പ് ആരും ആലോചിക്കില്ല. എന്നാൽ പാലം കടക്കുന്നതിന് മുമ്പ് തന്റെ അനുയായികളെ കാത്തു നിൽക്കുന്നത് 2 ശക്തികൾ മാത്രമേ ഉള്ളൂ. ഒന്ന് പുണ്യനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 ഖുർആൻ ഷരീഫാണ്, വിശുദ്ധമായ ഖുർആൻ. ഖുർആനിന്റെ അഹ്ലുകാരന് ശഫാഅത്ത് ചെയ്യുന്നത് സിറാത്ത് പാലം കടക്കുന്നതിന്റെ മുമ്പായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വൽ ഖുർആൻ യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലി അസ്ഹാബിഹി. ഖുർആൻ ഷരീഫ് ഖുർആനിന്റെ അഹ്ലുകാരന് നാളെ ശുപാർശകനായി വരുന്നത് സിറാത്ത് പാലം കടക്കുന്നതിന്റെ മുമ്പായിരിക്കും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാലത്തിന്റെ അടുത്ത് ഇങ്ങനെ കാത്തുക്കും. ഒരു സഹാബി നബിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് നാളെ മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണണം, അതിന് ഞാൻ എവിടെ തരേണ്ടത്? നബി തങ്ങൾ പറഞ്ഞു, സഹാബ, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്താണ് നിങ്ങൾ എന്നെ അന്വേഷിക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലേ, നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ ഞാൻ കണ്ടില്ലെങ്കിൽ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേ? അത് തൂക്കുന്ന മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ ഞാൻ ഉണ്ടായിരിക്കും. ഹബീബേ, ആ മീസാൻ എന്ന തുലാസിന്റെ അടുക്കൽ നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാ അന്വേഷിക്കേണ്ടത്? ഹൗദുൽ കൗസർ എന്ന വെള്ളം മുക്കിക്കൊടുക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾക്ക് എന്നെ കാണാം. പുന്നാര നബിയെ, എനിക്ക് നാളെ മഹ്ശറയിൽ വെച്ച് നിങ്ങളെ കാണാതിരിക്കാൻ കഴിയില്ല നബിയേ. ഹൗദുൽ കൗസറിന്റെ സമീപത്ത് വെച്ചും നിങ്ങളെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാ അന്വേഷിക്കേണ്ടത്? പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങളെന്നെ കാണാതെ പോകൂല സഹാബ. അവസാനത്തെ മനുഷ്യനും കടന്നു പോകുന്നത് വരെ സിറാത്ത് പാലത്തിന്റെ അടുക്കൽ നിന്ന് അല്ലാഹുമ്മ സല്ലിം സല്ലിം, പടച്ചോനെ അവനെ രക്ഷപ്പെടുത്ത്, അവനെ രക്ഷപ്പെടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. സിറാത്ത് പാലം ഏറ്റവും ചുരുങ്ങിയത് 50,000 കൊല്ലമാണ്. അരമണിക്കൂർ നമുക്കൊരാളെ കാത്തിക്കാൻ പറ്റുമോ?
അരമണിക്കൂർ, 1 മണിക്കൂർ, 50,000 കൊല്ലമാണ് സിറാത്ത് പാലം. മുഹമ്മദ് നബിക്കല്ലാതെ വേറെ ആർക്കും കഴിയില്ല അതിന്. സല്ലല്ലാഹു അലൈഹി വസല്ലം വാപ്പാക്ക് കഴിയില്ല, ഉമ്മാക്കും കഴിയില്ല. അതുകൊണ്ടാണ് നബിയെ നിങ്ങൾ ഞങ്ങളുടെ വാപ്പി ഉമ്മയും ഒപ്പാണ് എന്ന് പറഞ്ഞത്. അൻത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ لا إله إلا الله لا إله إلا الله محمد رسول الله. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, വാപ്പയും ഉമ്മയും നമ്മളെ സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാണ് ചെയ്തത്. ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ സ്വർഗത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനുള്ള അവസാനത്തെ വഴിയും നോക്കുകയാണ്. വാപ്പാക്കും ഉമ്മാക്കും കഴിയില്ല. വാപ്പാക്ക് വാപ്പയാകാൻ മാത്രമേ കഴിയുള്ളൂ, ഉമ്മയാവാൻ കഴിയില്ല. ഉമ്മാക്ക് ഉമ്മയാകാൻ മാത്രമേ കഴിയുള്ളൂ, വാപ്പയാകാൻ കഴിയില്ല. ഒരു മനുഷ്യന് ഒരേ സമയത്ത് ഉമ്മയും വാപ്പയും ആകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്കാണ്. അതുകൊണ്ട് ഫാത്തിമ ബീവി വാപ്പാനെ വിളിച്ചത് വാപ്പാനല്ല, യാ റസൂലല്ലാഹ് അൻത ഉമ്മുൻ أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي لا إله إلا الله لا إله إلا الله لا إله إلا الله ഷാബാൻ നബി തങ്ങളുടെ മധു വരേണ്ട മാസമാണ്. നമ്മൾ റജബ് മാസം ആയാൽ വരക്കുമല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുവേ, റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണമേ, റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ. ആമീൻ. എന്താ റജബിലും ഷാബാനിലുള്ള ബറക്കത്ത്? റജബിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാല് റജബുൻ ഷഹ്റുള്ളയാണ്. റജബ് അള്ളാന്റെ മാസം എന്നാ പറഞ്ഞിട്ടുള്ളത്. റജബിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ റജബിൽ അള്ളാഹുവിനെ മനസ്സിലാവലാണ്. ഷാബാന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ ഷാബാനിൽ പുണ്യനബിയെ മനസ്സിലാകലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് റജബിലും ഷാബാന്റെയും ബറക്കത്ത്. റജബിൽ പറയേണ്ട വിഷയം അള്ളാഹുവിനെ കുറിച്ചാണ്, ഷാബാനിൽ പറയേണ്ട വിഷയം മുഹമ്മദ് നബിയെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്. അതുകൊണ്ട് നബിതങ്ങളെ മദ്ഹ് ചെയ്യുന്ന ഒരുപാട് ആയത്തുകൾ വന്നത് ഷാബാൻ മാസത്തിലാണ്. പുണ്യനബിയുടെ ഗുണഗണങ്ങൾ പറയുന്ന ഒരുപാട് ആയത്തുകളുടെ നുസൂലുണ്ടായത് ഷാബാൻ മാസത്തിലാണ്. സഹാബത്ത് എപ്പോഴും നബിതങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഷാബാൻ മാസമായാല് മഹത്തുക്കളായ ആളുകൾ, അയിമ്മത്ത്, അതുപോലെ സൂഫികളൊക്കെ നബിതങ്ങളുടെ മദ്ഹ് പറയാൻ വേണ്ടി ഉപയോഗിക്കും. ഷാബാന്റെ ബർക്കത്ത് പറഞ്ഞതാണ്. ഷാബാൻ 1 മുതൽ ആ ബർക്കത്താണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ദുആക്ക് ഇജാബത്തുള്ള 5 ദിവസങ്ങളുണ്ട്. 5 ദിവസങ്ങളിൽ ദുആക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. വെള്ളിയാഴ്ച രാവ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ദീന് കൈമോശം വന്നു പോവുകയാണെങ്കിൽ അവൻ ആദ്യം നഷ്ടപ്പെടുന്നത് വെള്ളിയാഴ്ച രാവായിരിക്കും എന്നുണ്ട്. കാരണം വെള്ളിയാഴ്ച രാവ് ഈമാൻ മുന്തി നിൽക്കുന്ന ദിവസമാണ്. പുണ്യനബിയുടെ പ്രകൃതമുള്ള രാത്രിയാണ്. നബിതങ്ങളുടെ പ്രകൃതമുള്ള മാസമുണ്ട്, അത് ശഅബാൻ മാസമാണ്. നബിതങ്ങളുടെ പ്രകൃതമുള്ള ദിവസമുണ്ട്, അത് വെള്ളിയാഴ്ചയാണ്. നബിതങ്ങളുടെ പ്രകൃതമുള്ള രാത്രിയുണ്ട്, അത് വെള്ളിയാഴ്ച രാവാണ്. നബിതങ്ങളുടെ പ്രകൃതമുള്ള സമയമുണ്ട്, അത് സുബ്ഹിയുടെ അല്പം മുമ്പുള്ള സമയമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകൃതമുള്ള നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമുണ്ട്, ചൂണ്ടുവിരലിന്റെ ചർമ്മത്തിനാണ് നബിതങ്ങളുടെ പ്രകൃതമുള്ളത് എന്നാണ്.
ഈ ലോകത്തെ ഏറ്റവും നല്ലത് നബിതങ്ങളുമായി ബന്ധപ്പെടുന്ന സാധനങ്ങൾ മാത്രമാണ്. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് ഏറ്റവും മെച്ചമായ രൂപത്തിലാകുന്നു. ഇൻസാനുൽ കാമിലാണ് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പൂർണനായ മനുഷ്യൻ. ഒരു മനുഷ്യന്റെ നീളം എത്രയെന്ന് അറിയണമെങ്കിൽ, ഒരു മനുഷ്യന്റെ കറക്റ്റ് നീളം എത്രയെന്ന് കിട്ടണമെങ്കിൽ നബിതങ്ങളെ ടാപ്പ് പിടിച്ച് നോക്കണം. അതാണ് ഒരു മനുഷ്യന്റെ നീളം എന്ന് പറഞ്ഞാൽ. ഏറെയില്ല, കുറവില്ല. ഒരു മനുഷ്യന്റെ തടി എത്ര വേണോ അത്രയാണ് നബിതങ്ങളുടെ തടി. ഒരു മനുഷ്യന് അല്ലാഹു തആല കണക്കാക്കിയ നിറം ഏതാണോ അതാണ് പുണ്യനബിയുടെ നിറം. അതിന് കുറച്ച് നമ്മളെ മേത്തുണ്ടാവും. ചൂണ്ടുവിരലിന്റെ നഖത്തിനാണ് നബിതങ്ങളുടെ കളറുള്ളത് എന്നാണ്. വാതിലിന്റെ ഇടയിൽ കുടുങ്ങിയിട്ടില്ലെങ്കിൽ അത് വാതിലിന്റെ ഇടയിൽ കുടുങ്ങിയിട്ട് പെട്ടതല്ല. ചൂണ്ടുവിരലിന്റെ നഖത്തിനാണ് നബിതങ്ങളുടെ കളറുള്ളത്. അതായിരുന്നു പുണ്യ നബിയുടെ നിറം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോന്നും ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും നല്ലത് എന്ന് പറയാവുന്ന എല്ലാ സാധനവും പുണ്യ നബിയായിട്ട് ബന്ധപ്പെട്ടതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും മനോഹരമായ ചിരി പുണ്യനബിയുടെ ചിരിയായിരുന്നു സല്ലല്ലാഹു. ഇന്നമാ കാന യതബസ്സമു, ഹബീബുനാ റസൂലുള്ളാഹി എപ്പോഴും പുഞ്ചിരിക്കുന്ന ആളായിരുന്നെന്നും ലം യുറാ ബിറാസുഹു, അണപ്പല്ല് കാണുന്ന തരത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ലെന്നും ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പുണ്യനബിയുടെ സംസാരം കാന കലാമൻ ഫസ്ലൻ യഫ്ഹമു കുല്ലു മൻ യസ്മഉഹു, കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കുന്ന തരത്തിൽ വിട്ടുപിരിഞ്ഞ സംസാരമായിരുന്നു നബിതങ്ങൾക്കുണ്ടായിരുന്നത്. മക്കയേക്കാൾ കൂടുതൽ മദീനയെ സ്നേഹിക്കാൻ പറ്റുന്ന, മക്കയേക്കാൾ മദീനയെ സ്നേഹിക്കാം. കാരണം ഒരിക്കൽ നബിതങ്ങൾ ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കമാ അഹ്ബബ്ത ഇലൈനൽ മക്കത വശദ്ദ മിൻഹാ. അല്ലാഹുവേ, മദീനയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തേണമേ, മക്കയെ ഞങ്ങൾക്ക് നീ ഇഷ്ടപ്പെടുത്തിയതുപോലെയോ അതിനേക്കാൾ കൂടുതലോ. അവ മക്കയെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ മദീനയെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന എന്താ മദീനത്തുള്ളത്? അല്ലാഹു റസൂൽ കടന്നിറങ്ങുന്നുണ്ട് മദീനയില് സല്ലല്ലാഹു അലൈഹി വസല്ലം. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന ഹബീബുനാ റസൂലുള്ളാഹി. ഭൂമിയിലെ മണ്ണുകളിൽ വെച്ച് ഏറ്റവും നല്ല മണ്ണ് മദീനയുടെ മണ്ണാകുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബിതങ്ങളായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഗതി അങ്ങനെയാണ്. ഭൂമിയിൽ ഏറ്റവും നല്ലതോ ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു, അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. ഉമ്മു സുലൈം അബൂ സുലൈമിന്റെ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു വാപ്പ ജോലിക്ക് പോയപ്പോ കുട്ടി മരണപ്പെട്ടു. ഭർത്താവ് വന്നാൽ ഞാൻ തന്നെ പറഞ്ഞോണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് വന്നപ്പോ ഭക്ഷണമൊക്കെ കൊടുത്തു, സുഖമായി കിടന്നുറങ്ങി. എന്നിട്ട് പറയാണ്, നമ്മളെ ഒരാൾ സൂക്ഷിക്കാൻ വേണ്ടി ഒരു സാധനം ഏൽപ്പിച്ചാൽ അയാൾ ചോദിക്കുമ്പോൾ തിരിച്ചു കൊടുക്കണ്ടേ, അതെന്തായാലും കൊടുക്കണം എന്ന് പറഞ്ഞു. എന്നാൽ നമ്മളെ സൂക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിച്ച കുട്ടിയെ അല്ലാഹു തആല തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് മയ്യത്ത് മറയ്യ ഒരുങ്ങിക്കോളി എന്ന് പറഞ്ഞിട്ട് സങ്കടം നബിതങ്ങളോട് വന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മാതൃകായോഗ്യമായ ഭാര്യയെയും ഭർത്താവിനെയും നിങ്ങൾക്ക് കാണണമെങ്കിൽ അബൂ സുലൈമിനെയും ഉമ്മു സുലൈമിനെയും കണ്ടോളി. അതാണ് ഉമ്മു സുലൈം. ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയെ അബൂ തൽഹ രണ്ടാമത് വിവാഹം കഴിച്ചു. അവരെ ആദ്യം വിവാഹം ചെയ്തതായിരുന്നു മാലിക് എന്ന് പറയുന്ന ആള്. അതിലുണ്ടായ കുട്ടിയാണ് അനസ് റളിയല്ലാഹു അൻഹു. ഉമ്മു സുലൈമിനെ അബൂ തൽഹ വിവാഹം കഴിച്ചിട്ട് അബൂ തൽഹയുടെ കൂടെ പോകാൻ വേണ്ടി ഉമ്മു സുലൈം ഒരുങ്ങുമ്പോ അനസ് എന്ന് പറഞ്ഞ ചെറിയ കുട്ടിയാണ്. അനസ് റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നബിതങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കാൻ വേണ്ടി കൊണ്ടുപോയി ഏൽപ്പിക്കാൻ വേണ്ടി എളാപ്പാട്, അതായത് അബൂ തൽഹയോട് പറഞ്ഞു.
അങ്ങനെ അബൂ ത്വൽഹ അനസ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നിട്ട് നബി തങ്ങളെ ഏൽപ്പിക്കുക. ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, പൊന്നാര നബിയെ, ഈ അനസ് മോൻ ഇവിടെ നിന്നോട്ടെ, നിങ്ങൾക്ക് വേണ്ട ഖിദ്മത്തുകളൊക്കെ എടുത്ത് അവൻ ഇവിടെ താമസിക്കും. വളരെ ചെറുപ്പത്തിലാട്ടോ. ആയിഷ ബീവിയും നബി തങ്ങളും തമ്മിൽ വിവാഹം നടന്നപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ 2 തലയണ ഉണ്ടായിരുന്നില്ല, ഒറ്റ തലയണയാണ് ഉണ്ടായിരുന്നത്. ഒരു തലയണം അങ്ങനെ തല വെച്ചിട്ട് നബി തങ്ങൾ ഇങ്ങോട്ട് കിടക്കും, ആയിഷ ബീവി ഇങ്ങോട്ട് കിടക്കും. വേറെ തലയണ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തല വെച്ചിട്ട് ഞാൻ അങ്ങോട്ടും കിടക്കും. അത്രയും ചെറുപ്പത്തിൽ നബി തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടിയ ആളാണ് അനസ് റളിയല്ലാഹു അൻഹു. വാപ്പ കൊടുന്നാക്കുമ്പോ പറഞ്ഞു, നബിയെ, ഈ അനസ് മോന് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ തലയിൽ കൈവച്ചിട്ട്, അല്ലാഹുമ്മ ബാരിക് ലഹു ഫീ മാലിഹി വ ഔലാദിഹി, അല്ലാഹുവേ അനസ് മോനെ മാലിലും ഔലാദിലും നീ ബറക്കത്ത് ചെയ്യണമേ റബ്ബേ എന്ന് ദുആ ചെയ്തു. വർഷത്തിൽ 2 പ്രാവശ്യം കായ്ക്കുന്ന തോട്ടം മദീനയിൽ അനസിന് മാത്രമേ ഉണ്ടായതുള്ളൂ. കൊല്ലത്തിൽ 2 പ്രാവശ്യം കായ്ച്ചു നിൽക്കുമായിരുന്നു അനസിന്റെ തോട്ടം. നമ്മൾ മരിച്ചാല് തലക്കും ഭാഗത്തിരുന്നിട്ടൊന്ന് ഖുർആൻ ഓതണമെങ്കിൽ കുട്ടികളെ വാടകയ്ക്ക് കൊണ്ടുവരേണ്ടി വരും. 106 ഹാഫിളീങ്ങളായ മക്കളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഒറ്റ ദുആണത്, പഠിച്ചോനെ ഈ അനസിന് മാലിലും ഔലാദിലും ബറക്കത്ത് ചെയ്യണേ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. 106 ഹാഫിളീങ്ങളായ മക്കളുണ്ടായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന് നബി തങ്ങളായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ധം നമുക്ക് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം വിജയിക്കും. ആ ബന്ധം ഉണ്ടാവേണ്ട മാസമാണ് ഷഅബാൻ മാസം. ഷഅബാന്റെ വിഷയം അതാണ്. മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ വിജയിച്ചവരെല്ലാം വിജയിച്ചത് പുണ്യനബിയോടുള്ള ബന്ധം കൊണ്ടാണ്. പരാജയപ്പെട്ടവരെല്ലാം പരാജയപ്പെട്ടതും ആ ബന്ധം കുറഞ്ഞപ്പോഴാണ്. സഹീഹ് മുസ്ലിമില് കിതാബുൻ നിഫാഖ് എന്ന കപട വിശ്വാസികളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ഒരു മനുഷ്യന്റെ കഥ പറയുന്നുണ്ട്. ഒരിക്കൽ നബിതങ്ങളുടെ സദസ്സിൽ നബിതങ്ങൾ എന്തോ അങ്ങനെ പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുനാഫിഖായ ഒരാളുണ്ടായിരുന്നു. അയാൾക്ക് അത്രണ്ട് ദഹിച്ചില്ല പറഞ്ഞത്. അയാൾ മെല്ലെ അവിടുന്ന് എഴുന്നേറ്റ് പോയി. ഈ സദസ്സിൽ നിന്ന് ഞാൻ കൂട്ടത്തിലൊരു കാര്യം പറയാട്ടോ, ഒരു അദബ്, ഒരു ഭയങ്കര പ്രധാനപ്പെട്ട സംഗതി. ഈ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്ന നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അതായത് നമുക്ക് ഈ ചിലപ്പോൾ നമ്മൾ മൊബൈൽ ഓഫാക്കാൻ മറക്കും സദസ്സിലൊക്കെ ഇരിക്കുമ്പോൾ. യാതൊരു കാരണവശാലും ഇൽമിന്റെ സദസ്സിൽ നിന്ന് മൊബൈൽ വെല്ലടിച്ചാൽ എഴുന്നേറ്റ് പോകരുത്. അത് അവിടെ നിന്ന് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ക്ലാസ്സിലാട്ടോ പിന്നെ വിളിക്കാന്നൊക്കെ പറയാമെന്നല്ലാതെ ഇൽമിന്റെ മജ്‌ലിസ് റൗളത്തും മിൻ റിയാദിൽ തന്നെയാണ്. അവിടെ നിന്ന് പുറത്തിറക്കാൻ പിശാച് എന്തെങ്കിലും ഒരു ശ്രമം നടത്തും. റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞ സ്വർഗത്തിന്റെ തോപ്പുകളിൽ വെച്ച ഒരു തോപ്പാണ് എന്ന് പറഞ്ഞിട്ടുള്ള സദസ്സാണ് മജ്‌ലിസുൽ ഇൽമ്. അതുകൊണ്ട് അവിടുന്ന് എന്തെങ്കിലും ഒരു കാരണത്താൽ പുറത്തിറങ്ങാൻ അവൻ എന്തെങ്കിലും ഒരു ശ്രമം നടത്തും. നമ്മൾ അവനെ എതിർത്ത് പരാജയപ്പെടണം. അതുകൊണ്ട് അഥവാ ഓഫാക്കാൻ മറന്നാൽ പോലും സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോകരുത്. അവിടുന്ന് എങ്ങനെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ നിൽക്കണം. എന്നിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് സാവകാശം പോകുന്നതിന് വിരോധമല്ല. പെട്ടെന്ന് നമ്മൾ മജ്‌ലിസുൽ ഇൽമിൽ നിന്ന് ഇറങ്ങിപ്പോവുക എന്നുള്ളത് അദബിനെതിരാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തേപ്പോൾ അത് പറയാൻ കാരണം എന്നറിയില്ല. എന്തേപ്പോൾ പറയാൻ കാരണം, ആ മുനാഫിക്കായ മനുഷ്യൻ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. ഈ പലപ്പോഴും ഹുക്മുകളും അദബുകളും തമ്മിൽ വലിയ സംഘടനയിലാണ്. പല കാര്യത്തിലും അങ്ങനെയാണ്. അദബ് വേറെ, ഹുക്മ് വേറെയാണ്. മുറാഅത്തുൽ ആദാബി ഖൈറും മിൻ മുറാഅത്തിൽ അഹ്കാം എന്നാണ്. വിധികൾ പരിഗണിക്കുന്നതിനേക്കാൾ അദബ് പരിഗണിക്കുന്നതിനാണ് ഒന്നാം സ്ഥാനം എന്നാണ്. ഈ മസ്അല വരുന്നതിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. നബി തങ്ങൾക്ക് സുഖമില്ലാതായപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമില്ലാതായപ്പോ ഇമാമുക്കാൻ പറഞ്ഞു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്. ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറയാണ്, ആയിഷ സിദ്ദീഖിനോട് ഇമാമുക്കാൻ പറയാറുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ഇന്നഹു റഖീഖുൽ ഖൽബ്, അദ്ദേഹം ഹൃദയം ലോലമായൊരു മനുഷ്യനാണ്, ഇമാമത്തുക്കാൻ കഴിയൂല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഹൃദയ ലോലമായ മനുഷ്യനായതുകൊണ്ടൊന്നല്ല. നബിതങ്ങൾ സുഖമില്ലാതെ കിടക്കുന്നത് ആയിഷ ബീവിന്റെ വീട്ടിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ആയിഷ ബീവിന്റെ വാപ്പയാണ്.
അപ്പൊ ഇമാമത്ത് നിൽക്കാൻ വാപ്പാനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു സംതിങ് ഉണ്ടോന്ന് ആയിഷ ബീക്ക് തോന്നിയതാണ്. കാരണം ഇന്ന് ഇമാമ നിൽക്കുന്ന ആളായിരിക്കുമല്ലോ നാളത്തെ ഖലീഫ. അപ്പൊ അതിപ്പോ വാപ്പാനോട് തന്നെ വേണ്ട എന്ന് തോന്നിയതാണ്. അപ്പൊ പറഞ്ഞു ഇന്ന ഉറത്തി കുൽക്കൽബ്. അപ്പൊ നബിതങ്ങൾ വീണ്ടും പറഞ്ഞു ആയിഷ സിദ്ദീഖിനോട് ഇമാം നിൽക്കാൻ പറയായിരുന്നു. അപ്പോഴും പറഞ്ഞു ഇന്നഹു റഖീഖുൽ ഖൽബ്, അദ്ദേഹം ഹൃദയം ലോലമായ ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ഇമാം നിൽക്കാൻ കഴിയില്ല. മൂന്നാമത്തെ നബിതങ്ങൾ പറഞ്ഞു ആയിഷ യൂസുഫിനെ കൊണ്ട് പണ്ട പെണ്ണുങ്ങൾ സ്ഥിരമായി എന്നെ കൊണ്ട് ചെയ്യാൻ നോക്കണ്ട, സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയായിരുന്നു. അപ്പൊ പോയി പറഞ്ഞു. അങ്ങനെ ഇമാമുക്ക് 1-2 നിസ്കാരം കഴിഞ്ഞു. നബിതങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയപ്പോൾ 2 സഹാബികളുടെ ചുമലിൽ കൈയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിയേക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ വരുമ്പോൾ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. അള്ളാന്റെ റസൂല് വരുന്നത് കണ്ടപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ബാക്കിലേക്ക് ഇങ്ങനെ മാറി നിന്നു. അപ്പൊ ഇങ്ങനെ കൈകൊണ്ട് ഇശാറത്താക്കി അവിടെ നിന്നോ സിദ്ദീഖ് അവിടെ നിന്നോ. വീണ്ടും ബാക്കിലേക്ക് മാറി, രണ്ടാമതും കൈകൊണ്ട് ഇശാറത്താക്കി, മൂന്നാമതും മാറി, അപ്പോഴും കൈകൊണ്ട് ഇശാറത്താക്കി. സിദ്ദീഖ് ബാക്കിൽ മാറി. കരത്തിലാണ് നബിതങ്ങൾ ഇങ്ങനെ വയ്ക്കും പോലെ വന്ന് മിഹ്റാബിൽ നിന്ന് നിസ്കാരം പൂർത്തീകരിച്ചിട്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, യാ അബൂബക്കർ, അബൂബക്കറെ ഞാൻ അള്ളാഹുവിന്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ഞാൻ അള്ളാഹുവിന്റെ റസൂലല്ലയോ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ് ശഹിദ്തു, അതേ നബിയെ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂലാണ്, ഞാൻ അതിന് സാക്ഷിയാണ്. നബിതങ്ങൾ ചോദിച്ചു, അല്ലയോ സിദ്ദീഖ്, അങ്ങനെയാണെങ്കിൽ എന്റെ അമ്രിന് നിങ്ങൾ വഴിപ്പെടേണ്ടതല്ലേ, എന്റെ കൽപ്പനയെ നിങ്ങൾ അംഗീകരിക്കേണ്ടതല്ലേ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ്, അതേ നബിയെ നിങ്ങളുടെ കൽപ്പന ഞാൻ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. എന്നിട്ട് നിങ്ങളോട് ഞാൻ 3 പ്രാവശ്യം ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ബാക്കിലേക്ക് മാറിയത് എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നബിയെ നിങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്ന ഉസ്മാനി ജനിച്ചിട്ടില്ല നബിയേ. നിങ്ങളുടെ മുമ്പിൽ ഇമാമത്ത് നിൽക്കാൻ പറ്റിയ ഒരു മകൻ എന്റെ വാപ്പാക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. നബി തങ്ങൾ പുഞ്ചിരിച്ചു എന്നാണ്. എന്താണ് ആ ചിരിയുടെ അർത്ഥം? അങ്ങനെ തന്നെ വേണ്ടത്, അങ്ങനെ തന്നെയാണ് വേണ്ടത്, കണ്ടു പഠിച്ചോളിയടാ എന്നാണ് അതിന്റെ അർത്ഥം. മുറാഅത്തുൽ ആദാബി ഖൈറും മിൻ മുറാഅത്തിൽ അഹ്കാം. ഹുക്മ എന്തെന്നെയാണ്? നബി തങ്ങൾ നിൽക്കാൻ പറഞ്ഞോട് നിൽക്കൽ തന്നെയാണ് ഹുക്മ. പക്ഷെ അത് അദബിനെതിരായപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറി. ഇതാണ് അദബ് എന്നുള്ളത്. വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരിക്കൽ നബി തങ്ങളുടെ സദസ്സിലേക്ക് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോ മോനെയും കൂട്ടിയിട്ട് വന്നു. അബ്ദുല്ലാഹി ബിൻ ഉമറിനെ കൊണ്ടുവന്നു റളിയല്ലാഹു അൻഹു. കൊണ്ടുവന്നിട്ട് സദസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോ നബി തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു, സഹാബ ഇന്ന് ഞങ്ങളോടൊരു കടങ്കഥ പറയാൻ പോവാണ്. ആയിക്കോട്ടെ നബിയെ ചോദിച്ചോളൂ. അതിൽ ചോദിച്ചു, ഒരു കൊമ്പും ചുള്ളിയില്ലാത്ത ഒരു മരത്തിന്റെ പേര് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അതിൽ സഹാബത്ത് ഇങ്ങനെ കാട്ടിലേക്കൊക്കെ ആലോചിച്ചപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് മരം ഒന്നും ഓർമ്മ വന്നില്ല. അള്ളാഹു റസൂലുഹു ആലം എന്ന് പറഞ്ഞു. നബി തങ്ങൾ അത് ഈത്തപ്പനയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ സദസ്സ് വിരിഞ്ഞു പോവാണ്. പോണ സമയത്ത് അബ്ദുല്ലാഹിബിൻ ഉമർ വാപ്പാട് പറഞ്ഞു, വാപ്പ എനിക്കതറിയായിരുന്നു പറഞ്ഞു. എനിക്ക് നബി തങ്ങൾ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ ഉത്തരം മനസ്സിലായിട്ടുണ്ട്. ഞാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും അതിന് ഉത്തരം മനസ്സിലായിട്ടില്ലേ? ഞാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് പലർക്കും അതിന് ഉത്തരം മനസ്സിലായിട്ടില്ലേ? എന്നവരെ അബ്ദുല്ലാഹിബിൻ ഉമറിന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ വാപ്പ ചോദിച്ചു മോനോട്, എടാ മോനെ എന്നിട്ട് ഇജ്ജെന്താ അത് പറയാനേ? എടാ ആ സദസ്സിൽ ഇജ്ജ് അതാണ്ട് പറഞ്ഞിരുന്നെങ്കിൽ ഈ വാപ്പാക്ക് എന്തൊരു അഭിമാനിക്കാൻ, എന്ത് ഈ പറയാഞ്ഞു എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇന്റെ വാപ്പ ഉമർ ഖത്താബും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന സദസ്സിൽ ഞാനൊരു ചെറിയ കുട്ടി അതിന് മറുപടി പറയുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നി എന്ന് പറഞ്ഞു. അറിഞ്ഞതൊക്കെ എല്ലാവർക്കും പറയാന്നുള്ളതൊന്നല്ല നഷ്ടം. അത് ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വേറെ ഒന്നും പഠിപ്പിക്കണ്ട. നമ്മൾ കുട്ടികൾക്ക് അതവ് മാത്രം പഠിപ്പിച്ചാൽ മതി. നല്ലാവും മിയാവും. അതവ് മാത്രം പഠിപ്പിച്ചാൽ തന്നെ. എന്നിട്ട് നിങ്ങൾ കേൾക്കണ രസം, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ പോയിട്ട് പിറ്റേ ദിവസം നബി തങ്ങളുടെ സദസ്സിൽ വന്നപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്റെ മകന് അറിയാമായിരുന്നു എന്ന്
സദസ്സ് പിരിഞ്ഞു പോയപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, പക്ഷെ ഓന് ഞാനും സിദ്ദീഖുള്ളോട് പറയേന്ന് പറഞ്ഞു പറയാതിരുന്നതാണെന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പുഞ്ചിരിച്ചു. എന്താ ചിരിച്ച അതിന്റെ അർത്ഥം? അതന്നെയാണ് ശരിയും. ഈ ഹദീസ് വിശദീകരിച്ച് മുഫസ്സിറുകൾ പറയുന്നുണ്ട്, വാസ്തവത്തിൽ ഈ സംഭവം എന്താണ് അദബ് എന്ന് ഉമർ ഖത്താബിനെ പഠിപ്പിച്ചതായിരുന്നു എന്ന്. അദബ് പറഞ്ഞാൽ എന്താന്ന് ഉമർ ഖത്താബിനെ പഠിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം. അല്ലാതെ ആർക്കും ഉത്തരം കിട്ടാത്തൊരു ചോദ്യം നല്ലിരുന്നത്. ഉത്തരം കിട്ടുന്ന ചോദ്യം തന്നെയാണ്. പക്ഷേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയായിരുന്നു എന്താണ് അദബ് എന്ന്. അതുകൊണ്ട് അദബ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. പലപ്പോഴും അത് പല ഹുക്മുകളോട് പോലും എതിരായിരിക്കും, എന്നാലും അദബിന് തന്നെയാണ് ഒന്നാം സ്ഥാനം എന്ന് സാന്ദർഭികമായി മനസ്സിലാക്കുക. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോയി. സഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഇറങ്ങിപ്പോയ മനുഷ്യൻ പിന്നീട് ജൂതനായ അയാൾ ജൂതമതത്തിൽ ചേർന്നു. ജൂതന്മാരയാൾ ഇങ്ങനെ തലയിലേറ്റിട്ട് കൊണ്ടുവന്നു. മതത്തിൽ കൂടിയ ആളല്ലേ, തലയിലേറ്റ് ഇങ്ങനെ കൊണ്ടുവന്നു. അവസാനം അയാൾ മരണപ്പെട്ടു. ജൂതന്മാർ അയാളെ കൊണ്ടുപോയി ജൂത ശ്മശാനത്തിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസം മറ്റൊരാളെ മറവ് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ ഇന്നലെ മറവ് ചെയ്ത ആളുണ്ട്, ഖബറിന് പുറത്ത് കിടക്കുന്നു. വേറൊരു ഖബർ കുഴിച്ചിട്ട് പോലെ അതിൽ മറവ് ചെയ്തു. മൂന്നാം ദിവസം ചെന്ന് നോക്കുമ്പോ അയാൾ വീണ്ടും പുറത്ത് കിടക്കുന്നു. വീണ്ടും ഒരു ഖബർ കുഴിച്ചതിൽ മറവ് ചെയ്തു. നാലാം ദിവസം ചെന്ന് നോക്കുമ്പോ അയാൾ വീണ്ടും പുറത്ത് നടക്കുന്നു. അവസാനം കള്ളിമുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അയാളെ വലിച്ചെറിഞ്ഞ് ജൂതന്മാര് മുള്ളുമരത്തിൽ തൂങ്ങിക്കൊണ്ട് ദിവസങ്ങളോളം അയാൾ കിടന്നു എന്നാണ് ചരിത്രം. അള്ളാന്റെ റസൂലിന്റെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ മനുഷ്യനെ മലം വിഴുങ്ങുന്ന മണ്ണ് പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്തേക്കിട്ടു എന്നതാണ് സംഭവം. നബി തങ്ങളുടെ സദസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനെ മറച്ചിരുന്നാൽ വിഴുങ്ങും ഈ ഭൂമി, പക്ഷെ ആ ഭൂമി ഓന വേണ്ട എന്ന് പറഞ്ഞിട്ട് പുറത്ത് കിട്ടും. അതാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ബന്ധം. അബൂ മഹദൂറ എന്നൊരു സഹാബി ഉണ്ടായിരുന്നു. അബൂ മഹദൂറ നല്ല മനുഷ്യനാണ്, സ്വാലിഹായ മനുഷ്യനാണ്, ആബിദായ മനുഷ്യനാണ്. ഒറ്റ കുഴപ്പം മാത്രമേ ഉള്ളൂ, മുടി ഇങ്ങനെ നീട്ടി വളർത്തുക. അങ്ങനത്തെ ഒരാൾ സഹാബത്തൊരിക്കൽ അയാളോട് ചെന്നിട്ട് പറഞ്ഞു, അബൂ മഹദൂറ അല്ല തഹരീഖിഹ, ഈ മുടി ഒന്ന് വെട്ടിക്കൂടെ അയച്ചു. ബാക്കിയൊക്കെ ഉഷാറാണ്, നിങ്ങൾക്ക് ഈ മുടിയും കൂടി ഒന്ന് വെട്ടിക്കൂടെ എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ലാ അഹ്ലിഖുഹാ, ഈ മുടി ഞാൻ വെട്ടുന്ന പ്രശ്നമേ ഇല്ല. വഖദ് മസ്സഹാ റസൂലുള്ളാഹ്, എന്റെ മുടിയിൽ അള്ളാന്റെ റസൂല് തൊട്ടിരിക്കുന്നു. നബി തങ്ങൾ തൊട്ട മുടിയാണിത്, ഇത് വെട്ടിയിട്ടുള്ള പരിപാടി പറയണ്ട, ബാക്കി എന്തുവാണെങ്കിലും പറഞ്ഞോളി എന്ന് സയ്യിദുനാ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുക. അതുകൊണ്ട് നബി തങ്ങളായിട്ടുള്ള ബന്ധം അതാണ് ഒരു മനുഷ്യന്റെ വിജയം. ശഅബാൻ പുണ്യനബിയുമായുള്ള ബന്ധത്തിന്റെ സന്ദേശം പറയുന്ന മാസമാണ്. എല്ലാ കാര്യങ്ങളിലും നമുക്ക് നബിതങ്ങൾ പ്രചോദനമാവണം, എല്ലാ വിഷയത്തിലും. കുടുംബജീവിതത്തിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് പ്രചോദനമാവേണ്ടത്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുടുംബജീവിതം പറഞ്ഞു കാണിച്ചു തരല്ല, കുടുംബജീവിതം നയിച്ച് കുടുംബജീവിതം നടത്തി കാണിച്ചു തന്നു. ഇസ്ലാം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പ്രമാണങ്ങളല്ല. ഏടിലുണ്ട്, ഖുർആനിലുണ്ട്, ഹദീസിലുണ്ട്, കിതാബിലുണ്ട് എന്ന് പറഞ്ഞ കാര്യമില്ല. മുസ്ലിമിന്റെ ജീവിതത്തിലുണ്ടോ എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട വിഷയം. മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിലാണ് പരിശുദ്ധമായ ദീൻ കാണേണ്ടത്. ഉമ്മഹാത്തുൽ മുഅ്മിനീന്റെ കൂടെ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെ ഹദീസിന്റെ കിതാബുകൾ വരച്ച് കാണിക്കുന്നുണ്ട്, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടെ നബി തങ്ങൾ എങ്ങനെയായിരുന്നു, സൗദാ ബീവിയുടെയും സഫിയ ബീവിയുടെയും ഖദീജ ബീവിയുടെയും കൂടെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് സാമൂഹികമായ നബി തങ്ങളുടെ ജീവിതം. ശഅബാൻ മാസത്തിലാണ് വഖ്തു സയ്യിദുൽ ഖൈൽ എന്ന് പറയുന്ന സയ്യിദുൽ ഖൈലിന്റെ നേതൃത്വത്തിലുള്ള സംഘം നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നത്. ഹദീസിന്റെ കിതാബുകളിൽ പറയുന്നുണ്ട്. ഈ മാസത്തിലാണ്, ശഅബാനിലാണ്.
സെയ്ദുൽ ഖൈൽ എന്ന് പറഞ്ഞാൽ ഖൈൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും കുതിരാന്നാണ്. ഖൈൽ പറഞ്ഞാൽ കുതിരാന്നാണ്. സെയ്ദുൽ ഖൈൽ എന്ന് പറഞ്ഞാൽ കുതിര സെയ്ദ് എന്നാണ്. കുതിര സെയ്ദ് എന്നൊരു ചങ്ങായി ഉണ്ടായിരുന്നു. കുതിരന്റെ സ്വഭാവം ഉള്ളതുകൊണ്ട് ആൾക്കാരൊക്കെ മുമ്പ് കുതിര സെയ്ദ് എന്നാ വിളിച്ചിരുന്നു. അതന്നെ ഓനും അറിയാം, അയാൾക്കും അറിയാം, സഹാബിയാണ് കേട്ടോ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനും അറിയാം ഞാനൊരു കുതിരയാണ് എന്നുള്ളത്. അദ്ദേഹം നബിയെ കാണാൻ വേണ്ടി വന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വന്നിട്ട് ഇങ്ങനെ വാതിൽക്ക് വന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ് അന സെയ്ദുൽ ഖൈൽ, മുഹമ്മദേ ഞാനാണ് കുതിര സെയ്ദ് എന്ന് പറഞ്ഞു. കണ്ട മാത്രയിൽ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ വ അൻത സെയ്ദുൽ ഖൈർ, അല്ല നീയാകുന്നു സെയ്ദുൽ ഖൈർ, ഖൈറായ സെയ്ദ് നീയാകുന്നു എന്ന് പറയേണ്ട താമസം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചു ആ മനുഷ്യൻ. എന്താ കാര്യം? ജീവിതത്തിൽ ഒരിക്കൽ പോലും അങ്ങനെ ഒരു വർത്താനം കേട്ടിട്ടില്ല. ചെറിയ മുളച്ച കാലം മുതൽ കേട്ട പേര് കുതിര സെയ്ദ് എന്നാണ്. ആദ്യമായിട്ട് ഒരാൾ പറയാണ് സെയ്ദുൽ ഖൈർ, നീ സെയ്ദുൽ ഖൈറാകുന്നു എന്ന്. ഇങ്ങനെയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സാഹോദര്യബന്ധം തകരുന്ന കാരണം ഖുർആൻ പറയുന്നുണ്ട്. ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മുഅ്മിനീങ്ങൾ പരസ്പരമുള്ള സാഹോദര്യബന്ധം തകർന്നു പോകുന്ന കാരണങ്ങൾ. മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരന്മാരാണെന്ന് പറയുന്ന ആയത്ത്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. ആ ആയത്തിന്റെ ബാക്കിയിലുണ്ട് എന്തുകൊണ്ടൊക്കെയാണ് സാഹോദര്യബന്ധം തകരുക. യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻകും വലാ നിസാഉൻ മിൻ നിസാഇൻ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഅസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, യേ സത്യവിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കരുത്. പരിഹാസം സാഹോദര്യബന്ധം തകർക്കുന്നതാണ്. കളിയാക്കുക എന്ന് പറഞ്ഞ് സാഹോദര്യബന്ധം തകർക്കും. അതുകൊണ്ട് ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടരും മറ്റൊരു കൂട്ടരെ പരിഹസിക്കാൻ പാടില്ല. രണ്ടു പേര് സംസാരിക്കേണ്ടത് തെറ്റി നിൽക്കുന്ന രണ്ടാളുകളെ നന്നാക്കാനാണ്. വാസ്തവത്തിൽ നമ്മൾ സംസാരിച്ചാൽ തെറ്റി നിൽക്കുന്ന രണ്ടാളുകൾ കൂടുതൽ അകലത്തിലേക്ക് പോവുകയേ ചെയ്യുള്ളൂ, അടുത്തേക്ക് വരില്ല. പാര വെക്കാനുള്ളത് ഡേറ്റ് അടക്കം ഓർത്തു വെക്കുക എന്നതാണ് നമ്മുടെ ജോലി. ഡയറി കൊണ്ടെടുക്കണതിന് എന്തിനാ? പാര വെക്കാനുള്ള കാര്യം ഡേറ്റ് അടക്കം ഓർത്തു വെക്കാൻ. ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ, ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരെ പരിഹസിക്കാൻ പാടില്ല. ഈ ആയത്തുകളൊന്ന് പരിശോധിച്ച് നോക്കിയിട്ട് എന്റെ ഭാഗം ഒന്നും ചേർക്കണില്ല. അസാ അൻ യകൂനു ഖൈറൻ മിൻകും, പരിഹസിക്കപ്പെടുന്നവരായിരിക്കാം പരിഹസിക്കുന്നവരെക്കാൾ ഖൈറായത്. ഞാൻ നിങ്ങളെ കളിയാക്കുകയാണെങ്കിൽ എന്നേക്കാൾ ഖൈർ നിങ്ങളാണെന്ന് ഉറപ്പായി. നിങ്ങൾ എന്നെ പരിഹസിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ ഖൈർ ഞാനാണ് എന്നും ഉറപ്പായി. വലാ തൽമിസു അൻഫുസകും, നിങ്ങളാരും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ ആക്രമിക്കരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങളാരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ടൈറ്റ് പേര് വിളിക്കരുതേ. ഖുർആൻ എന്റെ വക പറഞ്ഞതല്ല. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങളാരും നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇരട്ടപ്പേര്, ടൈറ്റ് പേര്, നിക് നെയിം ഉപയോഗിക്കരുത്. ബിഅസൽ ഇസ്മു, ആ പേര് ഏറ്റവും ചീത്തയാണ്. അൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, ഈമാനിന് ശേഷം ഒരു മനുഷ്യൻ ചെയ്യുന്ന തമ്മാടിത്തരമാകുന്നു അത്. അതുകൊണ്ട് അതിനെ തൊട്ടൊരാൾ ഖേദിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ അവൻ പരാജയപ്പെടുക തന്നെ ചെയ്യുന്നതാണെന്ന് വിശുദ്ധ ഖുർആൻ. മുഅ്മിനീങ്ങളെ ഒരു കാര്യം ആലോചിക്കണം കേട്ടോ. നമ്മളെല്ലാവരും പല നിരക്കും പരാജയത്തെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. മുഅ്മിനീങ്ങളെ വെള്ളം കുടിയുടെ ഒപ്പതൊന്നും ആലോചിച്ച് നമുക്ക് പല നിരക്കുള്ള പരാജയമുണ്ട്. ഞാൻ ബലമായും പറയുന്ന ഒരു കാര്യം,
നമ്മുടെ പരാജയത്തിന്റെ മിക്കവാറും കാരണങ്ങൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി ദഅവത്തുൽ മദ്ലൂമായിരിക്കും, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയായിരിക്കും. ദഅവത്തുൽ മദ്ലൂം മുസ്തജാബാണ് എന്ന് പറഞ്ഞുകൊടുത്ത് ഈമാൻ ഷർത്തല്ല. ആക്രമിക്കപ്പെട്ടവൻ മുഅ്മിനായിരിക്കണം എന്ന് ഷർത്ത് പറഞ്ഞിട്ടില്ല. ദഅവത്തുൽ മദ്ലൂം മുസ്തജാബാണ് എന്ന് പറഞ്ഞിട്ട് ഈമാൻ ഷർത്ത് പറഞ്ഞിട്ടില്ല. അക്രമത്തിൽ വെച്ച് ഏറ്റവും വലിയ അക്രമം എന്ന് പറഞ്ഞത് കളിയാക്കലാണ്. തച്ചാല് 2 അടി കിട്ടിയാല്, ഒരടി ഇങ്ങോട്ട് കിട്ടിയാല് തിരിച്ച് 2 അടി അങ്ങോട്ടും കൊടുത്താൽ നമുക്ക് സഹിക്കാൻ പറ്റും. ചീത്ത പറഞ്ഞാല് ഒരു ചീത്ത അങ്ങോട്ട് പറയുമ്പോൾ 2 ചീത്ത അങ്ങോട്ടും പറഞ്ഞാൽ ആശ്വാസം കിട്ടും. പരിഹസിച്ചാൽ, കളിയാക്കല് കിട്ടിയാല്, സ്കൂളിലൊക്കെ പോകണമെന്ന് നല്ലോടൊരു പരിഹാസം കിട്ടിയാല് തിരിച്ച് പരിഹസിച്ചാൽ പോലും അത് മനസ്സിന്ന് പോകാത്ത പീഡനമാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമുള്ള പീഡനമാണ് പരിഹാസം എന്ന് പറയുന്നത്. പരിഹസിക്കപ്പെടുന്നവൻ ദുആ എന്ന് പറഞ്ഞാൽ 2 കൈ ഉയർത്തിയിട്ട് അള്ളാഹുവോട് ഇങ്ങനെ ദ്വാരക്കണമെന്നൊന്നുമില്ല. കൽബിന്റെ ആഗ്രഹത്തിനാണ് ദുആ എന്ന് പറയുന്നത്. കൽബിന്റെ ആഗ്രഹത്തിനാണ് ദുആ എന്ന് പറയുന്നത്. മദ്ലൂമായ ആക്രമിക്കപ്പെട്ട മനുഷ്യൻ കൽബിൽ ആഗ്രഹിച്ചാൽ മതി, അത് സംഭവിക്കും. അതുകൊണ്ട് ഏറ്റവും വലിയ പീഡനം പരിഹാസമാണ്. പരിഹസിക്കപ്പെടുന്നവന്റെ കൽബിന്റെ ആഗ്രഹം ഭയപ്പെടേണ്ട കാര്യമാണ്. ഓന്റെ കൽബിന്റെ ആഗ്രഹം പോലെ സംഭവിക്കും. അതാണ് ദുആ എന്ന് പറയുന്നത്. നമുക്കുള്ള വരായികളൊക്കെ നമ്മൾ വരുത്തി വെക്കുന്നത് തന്നെയാണ് എന്നർത്ഥം. എന്തൊക്കെ നമുക്ക് അതുകൊണ്ട് നേട്ടം? നമ്മുടെ നാട്ടില്, നമ്മുടെയൊക്കെ അയൽവക്കത്ത്, നമ്മുടെ പരിചയത്തിൽ ചില ആളുകളുടെ യഥാർത്ഥ പേര് എന്താണെന്ന് പോലും അറിയാത്ത രൂപത്തിൽ ടൈറ്റ് പേര് വ്യാപകമായിട്ടുണ്ടാവും. എന്നിട്ട് നമ്മളും അത് രസകരമായി വിളിക്കും. എന്നിട്ട് മുഅ്മിനാണെന്ന് പറഞ്ഞതിൽ ഒരു അർത്ഥമില്ല. ഖുർആന്റെ നസ്സിനെതിരാണത്. മുഅ്മിനായ മനുഷ്യന്റെ സ്വഭാവമേ അല്ല അത് എന്ന് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലാ തൽമിസു അൻഫുസകും വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. മുഅ്മിനായ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തമ്മാടിത്തരവും അത് വളരെ ചീത്തയായ പേരുമാണ്. അതുകൊണ്ട് മുഅ്മിനെ നിങ്ങൾ അത് വിളിക്കരുത്. ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. മുഅ്മിനീങ്ങൾ തമ്മിലുള്ള സാഹോദര്യ ബന്ധം അതുകൊണ്ട് തകർന്നു പോകും. എന്താ നമുക്ക് അതിൽ നിന്ന് ഒഴിവായാലും? ദീന് എന്ന് പറഞ്ഞത് പ്രമാണമായതുകൊണ്ടായില്ല. നമ്മുടെ ജീവിതത്തിൽ ദീനില്ലെങ്കിൽ വാപ്പ ഇട്ടു തന്ന അറബി പേര് നമുക്കുണ്ട് എന്നുള്ളതിനപ്പുറം വേറൊരു പോലീസില്ല. അത് നമ്മുടെ പോലീസല്ലേനും. അറബിയിൽ നമുക്കൊരു പേരുണ്ടായി എന്നുള്ളത് വാപ്പാന്റെ പോലീസാണ്, നമ്മളെ പോലീസല്ല. നമ്മളെ ശ്രമപരമായിട്ട് നമുക്ക് അറബിയിൽ പേരുണ്ടായതല്ല. അത് വാപ്പ 5 വക്ത് നിസ്കരിക്കുന്നത് മനസ്സിലായതുകൊണ്ട് അറബിയിൽ പേരുണ്ടായതാണ്. നമ്മുടെ ഗുണം കൊണ്ടുണ്ടായതല്ല. നമ്മുടെ ഗുണം കൊണ്ട് നമുക്ക് എന്തുണ്ട്? അതുകൊണ്ട് ദീൻ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കാണണം. നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസാരത്തിലും. എല്ലാവരും സംസാരിക്കുന്നത് പോലെ സംസാരിക്കേണ്ടവനല്ല മുഅ്മിൻ. എല്ലാവരും പറയുന്നത് പോലെ പറയേണ്ടവനല്ല മുഅ്മിൻ. എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കേണ്ടവനുമല്ല മുഅ്മിൻ എന്ന് പറയുന്നത്. മുഅ്മിനിന് പ്രത്യേകമായ സ്വഭാവമുണ്ട്. ആ സ്വഭാവം അനുസരിച്ചാണ് അവൻ ജീവിക്കേണ്ടത്. ശഅബാൻ ഇനിയും വരും, റജബ് ഇനിയും വരും, റമദാൻ ഇനിയും വരും. ജീവിതത്തിൽ ഒരു മാറ്റമില്ലെങ്കിൽ 10,000 റമദാൻ വന്നു പോയിട്ടൊരു കാര്യമില്ല. നമ്മളൊക്കെ ദീർഘായുസ്സിൽ തോരക്കണ മനുഷ്യന്മാരാണല്ലോ. എന്തിനാ ദീർഘായുസ്? ദീർഘായുസ് 1 കൊല്ലം ഏറെ കിട്ടിയാൽ 1 കൊല്ലത്തിനുള്ള ഈമാൻ കൂടണം. അതിനാ ദീർഘായുസ്. 85 വയസ്സുള്ള ഒരാളും 86 വയസ്സുള്ള ഒരാളും ഒരേ ഈമാനിലാവാൻ പാടില്ല. റോഡിൽ ബസ് ഇട്ടിട്ട് മരിച്ച ഷഹീദിന്റെ കൂലിട്ടുമല്ലോ. പക്ഷെ നമ്മളത് വേണ്ടാന്ന് പറഞ്ഞിട്ട് ദീർഘായുസിന് തുറക്കുകയാണ്. എന്തിനാ ദീർഘായുസ്? ഈമാൻ കൂടാനാണ് ദീർഘായുസ്. അതുകൊണ്ട് 1 കൊല്ലം ഏറെ കിട്ടിയാൽ 1 കൊല്ലത്തെ ഈമാൻ കൂടുതൽ വേണം. കഴിഞ്ഞ റമദാൻ മാസത്തിൽ ഇല്ലാത്ത എന്തു മാറ്റമാണ് ഈ റമദാനിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്? അതാണ് ആലോചിക്കേണ്ടത്. കഴിഞ്ഞ റമദാനിൽ ഇല്ലാത്ത എന്ത് മാറ്റം? എൻ്റെ സംസാരത്തിൽ എന്ത് മാറ്റം? എൻ്റെ സ്വഭാവത്തിൽ, എൻ്റെ സംസ്കാരത്തിൽ, എൻ്റെ വസ്ത്രധാരണയിൽ, എൻ്റെ നിസ്കാരത്തിൽ, എൻ്റെ നോമ്പിൽ, എൻ്റെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടായി? ഓരോ കൊല്ലവും എണ്ണി പറയാൻ കഴിയണം, ഈ കൊല്ലം എനിക്ക് ഇന്ന മാറ്റം ഉണ്ടായിട്ടുണ്ട്.
കഴിഞ്ഞ കൊല്ലം റമദാൻ 1 ഖുർആനിൽ മർദ്ദിച്ചാണ്ട് അൽ-ഇസ്ലാമി ദാലിക്കൽ കിതാബുൽ അറബി തുടങ്ങി. ഇക്കൊല്ലം അത് തുടങ്ങി. കഴിഞ്ഞൊല്ലും മുഴുവനായിട്ടില്ല, ഇക്കൊല്ലം മുഴുവനായിട്ടില്ല. പിന്നെന്താ മാറ്റം? കഴിഞ്ഞൊല്ലേ അങ്ങനെ ആയിപ്പോയി. ഇക്കൊല്ലെങ്കിലും അതൊന്നും മുഴുവനാക്കാൻ നമുക്ക് തോന്നിയ പോലെ ചെയ്യണം. ഒരു ഖത്തം ഒരാൾക്ക് തീർന്നാൽ സ്വർഗത്തിൽ അവന് ഒരു മരമുണ്ടായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ സ്വർഗത്തിൽ ഒരു മരം ഉണ്ടായിട്ട് കാര്യം? ഒരു മരം ഉണ്ടായാൽ മതി സ്വർഗത്തിലെ. കുതിരപ്പടയാളി 70,000 കൊല്ലം കുതിരയെ ഓടിക്കണം സ്വർഗത്തിലെ ഒരു മരത്തിന്റെ നിഴൽ വിട്ട് കിടക്കാൻ. അങ്ങനത്തെ ഒരു മരം ഉണ്ടായ പോലെ. പിന്നെ സ്വർഗത്തിന്റെ നടുക്കൊരു മരം ഉണ്ടെങ്കിൽ ആ മരത്തിന്റെ അടുത്തേക്ക് വയ്യും ഉണ്ടാവും. വയ്യില്ലാത്ത പ്രശ്നം ഭൂമിയിലേ ഉള്ളൂ. സ്വർഗത്തിൽ ഏതായാലും ആ പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മരം ഉണ്ടായാൽ മതി. ഒരു ഹത്തം തീർത്താൽ സ്വർഗത്തിൽ ഒരു മരം, 2 ഹത്തം തീർത്താൽ സ്വർഗത്തിൽ 2 മരം. റമദാൻ മാസമായിട്ട് ഒരു ഹത്തം ഓടി തീർക്കാൻ പോലും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെന്ത് മാറ്റാൻ നമ്മളിലുള്ളത്? അതുകൊണ്ട് ഓരോ പുതിയ വർഷം വരുമ്പോഴും ഒരു മാസത്തിന് വേണ്ടി 2 മാസത്തെ ഒരുക്കം എന്നതാണ് റജബിന്റെയും ഷാബാന്റെയും ഒരുക്കം. റമദാൻ എന്ന ഒരു മാസത്തിന് വേണ്ടി 2 മാസം ഒരുങ്ങാണ്. അങ്ങനെ ഒരുങ്ങിയിട്ട് റമദാനിൽ ഏറ്റവും മുതലാക്കേണ്ടത് അവസാനത്തെ 10. അവസാനത്തെ 10 മുതലാവാൻ റജബ് 1 മുതൽ ഒരുങ്ങണം. 5 ദിവസങ്ങൾ ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം റജബിലെ 1-ാമത്തെ രാത്രിയാണ്. 2 പെരുന്നാൾ ദിവസം, ഷാബാൻ 15, അതുപോലെ വെള്ളിയാഴ്ച രാവ്, പിന്നെ റജബിലെ 1-ാമത്തെ രാവ് വളരെ ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. അറഫ ദിവസം ദുആക്ക് ഇജാബത്തുള്ള ദിവസം. അപ്പോ ഈ വർഷത്തെ റജബ് 15 അഥവാ ഇന്ന് 2ഉം കൂടി ഒരുമിച്ച് കൂടാണ്. വെള്ളിയാഴ്ച രാവും ഷാബാൻ 15ന്റെ രാവും കൂടി ഒരുമിച്ച് കൂടാണ്. അള്ളാഹു നമ്മുടെ ദുആകൾക്ക് ഇജാബത്ത് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, നമ്മൾ ഒരുപാട് ദുആയൊക്കെയുണ്ട്. എന്താ അങ്ങനെയൊക്കെ ദുആന്നിട്ട് ദുആക്ക് ഇജാബത്ത് കിട്ടാത്തതെന്ന് പലപ്പോഴും നമുക്ക് തോന്നലുണ്ട്. അങ്ങനെയൊക്കെ ദുആന്നിട്ടും ഒരു നിസ്കാരവും ഒരു നോയമ്പും ഒന്നുമില്ലാത്ത അങ്ങേപ്പുറത്തെ ബാലകൃഷ്ണന്റെ പെരപ്പണി അതാ തട്ടുമായിട്ട് ഉയർന്നു പോകുന്നു. നമ്മൾ 5 വക്തും കൃത്യമായിട്ട് നിസ്കരിക്കണം. നമ്മളെ പെരപ്പണിയൊക്കെ തീരുന്നില്ല. അല്ലാഹു തആല ആണെങ്കിൽ ദുആക്ക് ഇജാബത്ത് തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്, പക്ഷെ നമ്മക്കോട് കിട്ടുന്നില്ല. അങ്ങനെയാണ്. അവിടെ എന്താ സംഭവം വെച്ചാൽ 2 കാര്യങ്ങൾ അവിടെ മനസ്സിലാക്കണം. ഒന്ന്, അല്ലാഹു തആല ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ദുആനോളി ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് തോന്നുമ്പോന്നല്ല, ഓന് തോന്നുമ്പോന്നാണ്. നമുക്ക് മനസ്സിലായത് എന്താ അറിയോ? നമുക്ക് തോന്നുമ്പോൾ ഉത്തരം തരാമെന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത് എന്നാണ്. അങ്ങനെയല്ല. എങ്ങനെ പറഞ്ഞു? നിങ്ങൾ ദുആനോളി ഞാൻ ഉത്തരം തന്നോളാം. എപ്പോ തരാം? എനിക്ക് തോന്നുമ്പോ തരാമെന്നാണ് അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് കിട്ടും, ഉറപ്പാണ്. എപ്പോഴേ കിട്ടുള്ളൂ? ഓന് തോന്നുമ്പോഴേ കിട്ടുള്ളൂ. കിട്ടാതിരിക്കില്ല. ദുആനൊക്കെ കിട്ടും. എപ്പോഴാ കിട്ടുക എന്നുള്ളത് അല്ലാഹു തആല തീരുമാനിക്കും. അപ്പോഴാണ് കിട്ടുക. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ്. ദുആന്റെ ഇജാബത്ത് 3 തരത്തിലാണ്. ഒന്ന്, ചോദിച്ചത് അതേമാതിരി തരാം. 2, ചോദിച്ചതിനേക്കാൾ ഹൈറായത് തരാം. 3, ചോദിച്ചതിന് കൂലി തരാം. ഇത് 3 ഇജാബത്താണ്. ചോദിച്ചത് അതേമാതിരി തരാം. 1000 റുപ്യ ആണെന്ന് ചോദിച്ചാൽ അല്ലാത്തവർക്കും തരാൻ പറ്റും തരും. ചോദിച്ചതിനേക്കാൾ ഹൈറായത് തരാനാണ് അള്ളാഹ്ന് ആവശ്യമുള്ളത്. അവിടെ ഒരു പ്രശ്നമുള്ളത്, നമുക്ക് എന്താണ് ഹൈറ് എന്ന് നമുക്കറിയില്ല എന്നതാണ് പ്രശ്നം. നല്ലോണം മനസ്സിലാക്കണേ ഞാൻ ഈ പറയണത്. എനിക്കിപ്പോൾ ദണ്ണം ഉണ്ടാവലാണോ ദണ്ണം മാറലാണോ ഹൈറ് എനിക്കറിയില്ല. അത് അള്ളാഹ്ക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അള്ളാഹിനോട് പഠിച്ചോനെ എൻ്റെ ദണ്ണം മാറ്റി തരണേന്ന് ദ്വാരക്കുന്നു. മാറലല്ല ഹൈറ് എങ്കിൽ ദ്വാന്റെ ഇജാബത്ത് എന്താ? മാറാതിരിക്കലാണ് ദ്വാന്റെ ഇജാബത്ത്. അപ്പൊ നമുക്കിങ്ങനെ പെരപ്പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ദ്വാരക്കും, പഠിച്ചോനെ എൻ്റെ പെരപ്പണി മുഴുവനാക്കണേന്ന് ഇങ്ങനെ ദ്വാരക്കും. പെരപ്പണി മുഴുവനാകലല്ല ഹൈറ് എങ്കിൽ ദ്വാന്റെ ഇജാബത്ത് പെരപ്പണി തീരാതിരിക്കലാണ്. എന്നാൽ നേരെ മറിച്ച് ശൈത്താനാ പ്രശ്നമില്ല. ശൈത്താനെ നമുക്ക് ഹൈറ് തരണമെന്നൊന്നും ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യും?
ഇതേ ദ്വാരക്കണ കാര്യം ചെയ്താനാണ് പറഞ്ഞാൽ വേഗം ശരിയാക്കി തരും. കാരണം എന്താ, നമുക്ക് ഹൈറാവണം എന്ന് അവൻ ആഗ്രഹമില്ല, നമുക്ക് ഹൈറ് വരണമെന്ന് അവൻ ആഗ്രഹമില്ലല്ലോ. അള്ളാഹു തആലാക്ക് നമുക്ക് ഹൈറ് വരണമെന്ന് ആഗ്രഹമുള്ളൂ. അതുകൊണ്ട് ദുആന്റെ ഇജാബത്ത് എന്ന് പറഞ്ഞാൽ എന്താന്ന് നമ്മൾ പലപ്പോഴും അറിയാതെ പോവുകയാണ്. മൂന്നാമത്തത് ഇജാബത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരനേന് കൂലി തരാന്നുള്ളതാണ്. അത് അള്ളാഹിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, വേറെ ആരെക്കൊണ്ടും പറ്റൂല. അതിനാണ് ശരിക്കും ദ്വാരക്കണേനൊക്കെ കൂലി തരാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ ചോദിക്കണേനനുസരിച്ച് ഇഷ്ടം കൂടാം. ഇപ്പം നമ്മളൊരാളോട് ഒരു 5000 ഉറുപ്പ്യ ഉണ്ടോ പറഞ്ഞു, ഒരു 5000 ഉറുപ്പ്യ ഉണ്ടോ, ഒരു 5000 ഉറുപ്പ്യ ഉണ്ടോ, ഒരു 5000 ഉറുപ്പ്യ ഉണ്ടോ, ഒരു 10 വട്ടം പറഞ്ഞാൽ ദേഷ്യം വരുമല്ലോ ആർക്കായാലും. എന്നാൽ നേരെ മറിച്ച് അള്ളാഹു തആലക്കോ ചോദിക്കണേനനുസരിച്ച് ഇഷ്ടം കൂടില്ല. നമ്മളൊരാളോട് ഒരു 5000 ഉറുപ്പ്യ ചോദിച്ചു, അപ്പം 5000 ഉറുപ്പ്യ തന്നു. അതിങ്ങനെ കീശയിൽ വെച്ചിട്ട് ഒരു 5000 ഉറുപ്പ്യയും കൊണ്ടാകുമ്പോൾ എൻ്റെ പണി എന്താ വെച്ചാൽ നോക്കുക അറിയില്ലേ. നേരെ മറിച്ച് അള്ളാഹു തആല എനിക്ക് അടുത്ത 5000 കൂടിയും തരും. എന്നിട്ട് അത് കീശയിൽ വെച്ചിട്ട് പിന്നെയും ചോദിച്ചൊരു 5000, അപ്പോൾ വീണ്ടും തരും അള്ളാഹു തആല. വേറൊരു മനുഷ്യനതിന് കഴിയില്ല. അത് അള്ളാഹു തആലാക്ക് മാത്രമേ അങ്ങനെ തരാൻ കഴിയുള്ളൂ. നമ്മളെത്ര ചോദിച്ചാലും ഇഷ്ടം കൂടുക എന്നല്ലാതെ ഒരിക്കലും ദേഷ്യം വരില്ല. ദ്വാരന്റെ ഇജാബത്തിനെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പഠിച്ചോനെ ഞാൻ ഇപ്പോൾ ദ്വാരന്നിട്ട് എന്താ എനിക്ക് ഇജാബത്ത് കിട്ടാത്തത് എന്ന് തോന്നും. നമുക്ക് ഇജാബത്ത് ഉണ്ട്. ഇജാബത്ത് എന്താണ് എന്ന് മനസ്സിലാവാതിരുന്നതാണ് നമ്മുടെ പ്രശ്നം. ഇജാബത്തില്ലായല്ല. ദ്വാരത്തിന് എല്ലാ മനുഷ്യന്മാർക്കും ഉദൂനി അസ്തജിബിലേക്കും നിങ്ങൾ ദ്വാരനോളി ഞാൻ തരാന്ന് പറഞ്ഞത് തരാൻ കഴിയാത്ത ഒരാളാണെങ്കിലല്ലേ സംശയിക്കേണ്ടുള്ളൂ. തരാൻ കഴിയും ചെയ്യും, തരാൻ മാത്രം ഉണ്ടേനും തന്നോട്ട് കുറയില്ല, തരാൻ തയ്യാറുമാണ്, ചോദിക്കാൻ കാത്തിക്കുക തരാനെ. അങ്ങനത്തെ ആളോടെ നമ്മൾ ചോദിക്കണത്. പിന്നെന്താ തരാൻ മടി? അതുകൊണ്ട് ദുആന്റെ ഇജാബത്ത് എന്താന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നതാണ്. നമ്മളൊക്കെ ഇജാബത്തുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവരും ദുആക്ക് ഇജാബത്തുള്ളവരാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് ചോദിച്ചുത്രേ, അല്ല ഇബ്രാഹിം നബി നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല എന്നപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഞാൻ ജിബ്രീലാണ്, അള്ളാഹിന്റെ അടുത്ത് നിന്ന് വരികയാണ്. അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രേ, എനിക്കെന്താണ് ആവശ്യമുള്ളത് എന്ന് എന്നേക്കാൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ്, അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല. സയ്യിദുനാ ഇബ്രാഹിം അതൊരു ദുആ തന്നെയാണ്. അതൊരു ദുആ തന്നെയാണ്. ഇബ്രാഹിം നബിന്റെ ദുആന്റെ ഗുണമാണ് നമ്മളെല്ലാവരും അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇബ്രാഹിം നബി ഇസ്മായിൽ നബിനെയും ഹാജറ ബീവിനെയും മക്കയിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോകുമ്പോൾ ഒരു മലന്റെ അപ്പുറത്ത് ചെന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് തോരുന്നു, പഠിച്ചോനെ ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് എൻ്റെ മക്കൾക്ക് നീ ഭക്ഷിപ്പിക്കണമേ. ദുനിയാവിലെ ഏറ്റവും നല്ല ഭക്ഷണം പഴമാണ്. അതിന്റെ കാരണം ഇബ്രാഹിം നബി തോരുന്നതാണ്. ദുനിയാവിലേന്ന് മാത്രമല്ല സ്വർഗത്തിലെ ഏറ്റവും നല്ല ഭക്ഷണം തന്നെയാണ്, പഴമാണ്. അതിന്റെ പിന്നിൽ ഇബ്രാഹിം നബിന്റെ ദുആ. അതിലുണ്ട് മുന്തിരി തോട്ടം റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാ. സ്വർഗത്തിലെ നല്ല ഭക്ഷണം വരെ പഴം ആയതിന്റെ പിന്നിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ദുആനാണ്. ഇബ്രാഹിം നബി കുറേ ദുആ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഹബിലന ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാതിന ഞങ്ങളുടെ മക്കളിൽ നിന്നും, ഖുറത അയ്യുനിൻ കണ്ണിന് കുളിർമ നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ ഞങ്ങളെ നീ മുത്തഖീങ്ങളുടെ ഇമാമമാക്കണമേ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഹബലന ഞങ്ങൾക്ക് നീ നൽകണമേ, മിൻ അസ്വാജിന ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുരിയാതിന ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്നും, ഖുറത അയ്യുൻ കണ്ണിന് കുളിർമ നൽകണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ ഞങ്ങളെ മുത്തഖീങ്ങളുടെ ഇമാമാക്കുകയും ചെയ്യുന്നു എന്ന് ഇബ്രാഹിം നബി പറഞ്ഞതാണ്. ശ്രദ്ധിക്കട്ടോ, ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്താണെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിറുകൾ പറയുന്നുണ്ട്. എന്താ കണ്ണിന്റെ കുളിർമ? ഭാര്യയും മക്കളും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതായി കണ്ണുകൊണ്ട് കാണാനുള്ള തൗഫീഖ് ഉണ്ടാവലാണ് ഭാര്യ സന്താനങ്ങളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ. അതായത്
നമ്മൾ വൈകുന്നേരം പെരേക്ക് ചെന്നപ്പോൾ ഭാര്യ ഇങ്ങനെ നിസ്കരിക്കുന്നത് കാണാനുള്ള തൗഫീഖ് കണ്ണിനുണ്ടാവലാണ് ഭാര്യയിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ. ഭർത്താവ് ഇങ്ങനെ ഇരുന്ന് ഖുർആൻ ഓതുന്നത് കാണാൻ ഒരു ഭാര്യന്റെ കണ്ണിന് തൗഫീഖ് ഉണ്ടാവലാണ് ഭർത്താവിൽ നിന്നും ഭാര്യക്കുള്ള കണ്ണിന്റെ കുളിർമ. മക്കൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതായി കാണാൻ വാപ്പാക്ക് തൗഫീഖ് ഉണ്ടാവലാണ് മക്കളിൽ നിന്നുള്ള കണ്ണിന്റെ കുളിർമ എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിലുണ്ട്. അപ്പൊ നമ്മൾ മക്കൾ, ഭാര്യ എന്നിവരിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് എന്താണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഇബാദത്ത് ചെയ്യുന്നതായി നമ്മൾ കാണാനുള്ള തൗഫീഖ്, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മക്കൾ സ്വാലിഹീങ്ങളാവുക എന്ന് പറഞ്ഞാല് അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവരായി നമ്മൾ കാണലാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരുപാട് ദുആ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് ദുആ പഠിപ്പിച്ചിട്ടുണ്ട്. റബ്ബിലാ തുഖ്സിനി ഹീന യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. റബ്ബി, എന്റെ റബ്ബേ, ലാ തുഖ്സിനി, എന്നെ നീ ടെൻഷനാക്കരുതേ, ഹീന യുബഅസൂൻ, നാളെ പാരത്രിക ലോകത്ത് അല്ലാഹു എല്ലാവരെയും ബീസത്താക്കുന്ന, പുനർജീവിപ്പിക്കുന്ന ദിവസത്തിൽ എന്നെ നീ ടെൻഷനാക്കരുത്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസമാകുന്നു അത്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, എല്ലാവിധ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയത്തോടുകൂടി അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവനല്ലാതെ നാളെ പാരത്രിക ലോകത്ത് വെച്ച് മക്കളും മുതലും ഉപകാരം ചെയ്യുകയില്ല. ഈ മക്കൾ, സമ്പത്ത് എന്നിവ നാളെ മഹ്ശറിൽ ഉപകാരം ചെയ്യുമെന്നാണ് ഈ ആയത്ത്. ചെയ്യൂല എന്നല്ല. പ്രത്യക്ഷത്തിൽ മക്കളെ കൊണ്ടും മുതലുകൊണ്ടും മഹ്ശറിൽ കാര്യമില്ല എന്നാണ് പറഞ്ഞതെന്നാ തോന്നുക. വാസ്തവത്തിൽ ആ ആയത്തിൽ കാര്യമില്ല എന്നല്ല പറയണത്, ഉണ്ട് എന്നാണ് പറയണത്. ആർക്ക്? ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, കൽബും സലീമോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ കാര്യമില്ല. അപ്പൊ കൽബും സലീമോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് കാര്യമുണ്ട്. ആരാണ് കൽബും സലീമോടുകൂടെ ചെന്നവൻ? കൽബും സലീമോടുകൂടെ ചെന്നവൻ എന്ന് പറഞ്ഞാൽ മക്കൾ എന്തിനാണ് എന്നത് കൃത്യമായി നിർവചിച്ചതിന് ചെല്ലുന്ന ആൾക്കാരാണ്. മക്കൾ എന്തിനാണ് കൃത്യമായിട്ട് നിർവചിക്കണം. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുറേ വർത്താനങ്ങളുണ്ട് ഇതേമായിട്ട്. ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹുവിന്റെ കിതാബ് ശിഫയുടെ മുഖദ്ദിമയിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുറേ സംസാരങ്ങൾ ഇതുപോലെ പറയുന്നുണ്ട്. നബിയെ, എന്റെ വാപ്പ ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബ് മുസ്ലിമാകുന്നതാണ് നബിയെ എനിക്കിഷ്ടം. എന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ മുസ്ലിമാകുന്നതാണ് എനിക്കിഷ്ടം. നബി തങ്ങൾ ചോദിച്ചല്ലോ ഉമറേ, അതെന്താ അങ്ങനെ? എന്റെ എളാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എന്റെ വാപ്പ മുസ്ലിമാകുന്നതല്ലേ എനിക്ക് ഇഷ്ടം വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയേ, എന്റെ വാപ്പ ഖത്താബ് മുസ്ലിമാകുന്നതിനേക്കാൾ നിങ്ങളുടെ എളാപ്പ മുസ്ലിമാകുന്നതല്ലേ നിങ്ങൾക്കിഷ്ടം? അതെ, എനിക്കങ്ങനെ, എന്നാ അതന്നെ എനിക്കും ഇഷ്ടം. നിങ്ങളുടെ ഇഷ്ടം എന്താണോ അതാണ് എനിക്ക് ഇഷ്ടം. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു കുറേ വർത്താനം ആയിപ്പെട്ടൊരു വർത്താനാണ് എന്ത്? ഞാൻ ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം മുഹമ്മദ് നബിക്ക് വേണ്ടിയല്ലാതെ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല. എന്താ പറഞ്ഞാൽ നിങ്ങൾ 120 വരികളായിട്ട് നാളെ സ്വർഗത്തിലേക്ക് ഇങ്ങനെ വരി നിൽക്കും മഹ്ശറിൽ. 120 വരി. അതിൽ 80 വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. 80 വരികളിൽ മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഇങ്ങനെ വരി നിൽക്കുമ്പോ അതിൽ ഒറ്റൊന്നും നമ്മളെ കുട്ടികളില്ലെങ്കിൽ എന്താ ഇതിന്റെ അവസ്ഥ? പഠിച്ചോനെ, മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് 80 വരിയിൽ നിൽക്കുമ്പോ അതിൽ നിർത്താൻ എനിക്ക് 2 കുട്ടികളെ കൊണ്ടോ എന്ന നിയ്യത്തിലല്ലാതെ ഞാൻ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ല എന്നാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്.
മക്കൾ പറഞ്ഞാൽ വലിയൊരു സംഗതിയാണ്. ഒരു കുട്ടി നേരാകുക എന്ന് പറഞ്ഞാലേ, ഒരു കുട്ടി നേരാകുക എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോ ഈ പഠനങ്ങളോട് ശ്രദ്ധിക്കട്ടോ. ഒരാളുണ്ടാകുന്നത് ഒരു ഉമ്മയിൽ നിന്നും ഒരു വാപ്പയിൽ നിന്നുമാണ്. ഉമ്മ ഉണ്ടായത് വേറൊരു ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നുമാണ്. വാപ്പ ഉണ്ടായത് വേറൊരു ഉമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നാണ്. ഒരു തലമുറ കഴിയുന്നതോടുകൂടി രണ്ടുള്ളത് 4 ആവുന്നുണ്ട്. അതിൽ തൊട്ട് മേലത്തെ ഒരു തലമുറയിലേക്ക് പോകുന്നതോടുകൂടി 4 ഉള്ളത് 8 ആവുന്നുണ്ട്. ഓരോ കുട്ടികളെ ആകെ ഉള്ളിച്ചാലാണ് ഈ കണക്ക്. തൊട്ട് മേലേക്ക് പോകുമ്പോഴേക്ക് 16 ആവുന്നുണ്ട്. ഇത് ഇതേമാതിരിയാണ് താഴത്തേക്ക് വരുന്നത്. ഒരു കുട്ടി 18 വയസ്സിൽ ഒരു കുട്ടിയുടെ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി, 18 വയസ്സിൽ കല്യാണം കഴിഞ്ഞ് 19 ഒരു കുട്ടി ഉണ്ടായി നോക്കുക. ഒരു കുട്ടി പെൺകുട്ടി ഉണ്ടായി. മേലേക്ക് വരുമ്പോൾ 2, 4, 8, 16, 32 ഇങ്ങനെ പോകുമ്പോലെ തന്നെയാണ് താഴേക്ക് വരുമ്പോഴും. നിങ്ങളൊന്ന് ഒഴിഞ്ഞു പോയിട്ട് 19 വെച്ചിട്ട് ഓരോ കുട്ടികളുള്ളത് കൂട്ടി നോക്കി 194 കൊല്ലമാകുമ്പോഴേക്ക് 2045 കുട്ടികളായിരിക്കും. മനസ്സിലായ നിങ്ങൾക്ക്? ഒരാള് 70ാമത്തെ വയസ്സിൽ മരിച്ചുപോയി. ഒരു 200 കൊല്ലം കഴിഞ്ഞിട്ട് ഓനോട് ഇതൊന്ന് പോയിട്ട് എൻ്റെ മക്കളെയും പേരക്കുട്ടികളൊക്കെ ഒന്ന് കണ്ടുപോവാന്ന് പറയുമ്പോൾ എത്ര ആളുണ്ടാവും? 2045 ആള്. ഒറ്റ കുട്ടി മാത്രമാണ് ഉണ്ടായത് എങ്കിൽ രണ്ടാമത്തെ കുട്ടി ഉണ്ടെങ്കിൽ അവിടുന്ന് വിടും. സന്താന പരമ്പര എന്ന അത്രയും വലുതാണ് അർത്ഥം. 200 കൊല്ലം 194 വർഷമാകുമ്പോഴേക്ക് 2045 19 വെച്ച് കൂട്ടിയാൽ മതി, എന്നാ കിട്ടും. 2045 കുട്ടികൾ 200 കൊല്ലമാകുമ്പോഴേക്കും ഒരാൾക്കുണ്ട്. ഇതാണ് അവന്റെ സന്താന പരമ്പര. അതൊക്കെ ഇങ്ങനെ കാണുന്ന ഒരു രംഗമുണ്ട്. അതാണ് മത്സര എന്ന് പറയുന്നത്. ഇതിങ്ങനെ നിൽക്കണ വരി നിൽക്കണ കാണും. അതാണ് മത്സര. 80 വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്ത് ഇങ്ങനെ നിൽക്കുമ്പോ അതിന് ഞമ്മക്ക് ഒറ്റൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആ മനുഷ്യന്റെ കഥ പറയാനുണ്ടോ? പഠിച്ചോനെ, അതിന് എനിക്ക് കുട്ടിനെ വേണമെന്ന നിയ്യത്തിലല്ലാതെ ഞാൻ എന്റെ ഭാര്യയുമായി ഇണചേർന്നിട്ടില്ലെന്നാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മക്കൾ എന്ന് പറഞ്ഞാൽ പുണ്യനബിയുടെ ഉമ്മത്തിന്റെ വർധനവിന് തന്നെയാണ്. നബിതങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മൾ എന്തൊക്കെ ചിന്തിക്കുന്നുണ്ടോ അതൊക്കെ നമ്മളെ വിജയം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങോട്ട് ഏതെല്ലാം ബന്ധം കുറഞ്ഞു വരുന്നുണ്ടോ അതൊക്കെ നമ്മളെ പരാജയമാണ്. എല്ലതും അങ്ങോട്ടാണ്. ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സിറാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് നൂറു മുഹമ്മദ് ജല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യമാണ്. മനുഷ്യന്റെ സീറത്തും മനുഷ്യന്റെ സൂറത്തും മുഹമ്മദീയത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ ചരിത്രം മുഹമ്മദീയ ചരിത്രമാണ്. എന്താ ചരിത്രം? ഒരു സഹാബി വന്നിട്ട് നബിനോട് ചോദിച്ചു, പുന്നാർ നബിയെ, അള്ളാഹു തആല ആദ്യം പഠിച്ചത് എന്താന്ന് ചോദിച്ചു. അതില് പറഞ്ഞു, അത് അള്ളാഹു തആല ആദ്യം പഠിച്ചത് നിന്റെ നബിയുടെ നൂറാനിയത്തിനെയാണ്. പിന്നെ ആ നൂറിനെ 4 ഭാഗമാക്കി അംശയിച്ചു. അതിൽ നിന്ന് ഒരു ഭാഗം കൊണ്ട് അള്ളാഹു അർശിനെയും മറ്റൊരു ഭാഗം കൊണ്ട് അള്ളാഹു കുർസിനെയും മൂന്നാമത്തെ ഭാഗം കൊണ്ട് അള്ളാഹു ലൗഹിനെയും സൃഷ്ടിച്ചു. 4ാം ഭാഗത്തെ വീണ്ടും 4ആക്കി ഭാഗിച്ചു. അതിൽ നിന്ന് ഒരു ഭാഗം കൊണ്ട് കലമിനെയും ഒരു ഭാഗം കൊണ്ട് ജന്നത്തിനെയും ഒരു ഭാഗം കൊണ്ട് നാറിനെയും സൃഷ്ടിച്ചു. വീണ്ടും ബാക്കിയായ ഒരു ഭാഗത്തെ വീണ്ടും 4ആയി ഭാഗിച്ചു. അങ്ങനെ കുറേ എന്ന് പറഞ്ഞു. ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ സീറ, മനുഷ്യന്റെ ചരിത്രം മുഹമ്മദ് നബിയുടെ ചരിത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യന്റെ സൂറത്ത്, മനുഷ്യന്റെ രൂപവും മുഹമ്മദീയ രൂപമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യനെ അല്ലാഹു തആല ഉണ്ടാക്കിയ കറക്റ്റ് രൂപം ഒരാക്കി കൊടുത്തിട്ടുള്ളത് മുഹമ്മദ് നബിക്കാണ് സല്ലല്ലാഹു. സാധാരണ നമ്മൾ പറയലുണ്ടല്ലോ, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സൗന്ദര്യത്തിന്റെ പകുതി കൊടുത്തു. യൂസുഫ് നബിക്ക് സൗന്ദര്യത്തിന്റെ പകുതി കൊടുത്തു. മുഹമ്മദ് നബിക്കോ സല്ലല്ലാഹു അലൈഹി വസല്ലം സൗന്ദര്യം മുഴുവനും കൊടുത്തു എന്ന് പറയും. പക്ഷെ പകുതി യൂസുഫ് നബി കൊടുത്ത ബാക്കി പകുതിയിലേ ഉണ്ടാവുള്ളൂ. വാസ്തവത്തിൽ പകുതി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് കൊടുത്താൽ ബാക്കി പകുതിയിലേ ഉണ്ടാവുള്ളൂ. ആ ബാക്കി പകുതിയിൽ നമ്മളൊക്കെ സൗന്ദര്യമൊക്കെ അതിന് പോകണല്ലോ. സംഗതി പല്ലൊന്നും ചേർന്നിട്ടാണെങ്കിലും കുറഞ്ഞ കാണാൻ ദേശത്തൊരു കോലൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കഴിഞ്ഞു പോയിട്ട് ബാക്കിയെല്ലാം ഉണ്ടാവുള്ളൂ. പിന്നെന്താ പതി
സംഭവം ശരിയാണ്, പറഞ്ഞത് ശരിയാണ്. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് സൗന്ദര്യത്തിന്റെ പകുതി കൊടുത്തു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സൗന്ദര്യം മുഴുവനും കൊടുത്തു. സംഭവം ശരിയാണ്. എന്താ വ്യത്യാസം? രണ്ടും രണ്ട് സൗന്ദര്യമാണ് എന്നതാണ് വ്യത്യാസം. യൂസുഫ് നബിക്ക് പകുതി കൊടുത്ത ആ സൗന്ദര്യത്തിന്റെ ബാക്കിയല്ല മുഹമ്മദ് നബിക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെന്താ? സൗന്ദര്യം രണ്ട് തരത്തിലുണ്ട്. സൗന്ദര്യം രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ജമാലിയത്ത് എന്ന സൗന്ദര്യമുണ്ട്, ഒന്ന് ഹുസ്നി എന്ന സൗന്ദര്യമുണ്ട്. രണ്ടും സൗന്ദര്യമാണ്. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? ഹുസ്നി എന്ന സൗന്ദര്യം ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറഞ്ഞു വരും. 18 വയസ്സായപ്പോൾ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊടുന്നു, നല്ല ഭംഗി ഉണ്ടാവും. 19-ാമത്തെ വയസ്സിൽ അത്ര ഉണ്ടാവും. 20-ാമത്തെ വയസ്സിൽ, 40-ാമത്തെ വയസ്സിൽ, 60-ാമത്തെ വയസ്സിൽ ഉണ്ടാവില്ല, കുറയും. ആസ്വദിക്കുന്നതിനനുസരിച്ച് കുറയുന്നതാണ് ഹുസ്നി എന്ന സൗന്ദര്യം. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കഥ നോക്കിയാൽ വരെ കാണാൻ പറ്റും. യൂസുഫ് നബിയെ കണ്ട മാത്രയിൽ കൊട്ടാരവാസിനികളായ സ്ത്രീകൾ കയ്യിന്റെ വിരലിൽ ചെത്തി. എന്നിട്ട് പിന്നെ യൂസുഫ് നബി അവർക്കൊന്നും അടുത്ത വിരലിൽ എത്തിയോ? ഇല്ല. എന്തേ? ആദ്യം ആസ്വദിക്കുമ്പോൾ ഉണ്ടാവുന്ന അത്ര സൗന്ദര്യം പിന്നെ കിട്ടൂല, പിന്നെ കുറഞ്ഞു വരും, അടുത്ത വിരലിൽ എത്തൂല. എല്ലാ സൗന്ദര്യവും അങ്ങനെയാണ്. നമ്മളിവിടെ കാണുന്ന എല്ലാ സൗന്ദര്യങ്ങളും ഫസ്റ്റ് ആസ്വദിക്കുമ്പോഴാണുള്ളത്, പിന്നെ കുറഞ്ഞു വരും. എന്നാൽ ജമാലിയത്ത് എന്ന സൗന്ദര്യം അങ്ങനെയല്ല, ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടി വരും. മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുത്തത് ജമാലിയത്ത് എന്ന സൗന്ദര്യം. നബി തങ്ങൾ അങ്ങനെ വന്നിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുന്ന സഹാബത്ത് എന്നോ രാവിലെയും വരും, വൈകുന്നേരം വരും. രാവിലെ വന്നിട്ട് വൈകുന്നേരം പോകും, പിറ്റേന്ന് രാവിലെ വീണ്ടും വരും. പോകാതെ അവിടെ തന്നെ നിന്നിട്ട് നബി തങ്ങൾ അങ്ങനെ നോക്കും സഹാബത്ത്. വല്ലാതെ നോക്കിയപ്പോ ഒരിക്കൽ നബി തങ്ങൾ ചോദിച്ചു, മാ ബാലുക്കും ചോദിച്ചു. നേരെ മലയാളത്തിൽ പറഞ്ഞാല് എത്താണ് എന്റെ പൂതിയും ചോദിച്ചു. എന്ന് രാവിലെ വൈകുന്നേരം വന്നിട്ട് ഇന്നെങ്ങനെ നോക്കന്നെ എന്ന് ചോദിച്ചു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങൾ നിങ്ങളുടെ സൗന്ദര്യത്തെ ആസ്വദിക്കുകയാണ് നബിയേ. നാളെ സ്വർഗത്തിൽ നമ്മളെല്ലാവരും എത്തിച്ചേർന്നാലും നിങ്ങൾ എവിടെങ്കിലും ഉന്നതമായ ദർജയിലായിരിക്കും, ഞങ്ങൾ വേറെ എവിടെങ്കിലും ആയിരിക്കും. അപ്പോൾ എല്ലാ സമയത്തും നിങ്ങളെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ കഴിയുമോ നബിയേ എന്ന് തോന്നിയപ്പോ ദുനിയാവിൽ വെച്ച് പരമാവധി നിങ്ങളുടെ സൗന്ദര്യത്തെ ഞങ്ങൾ ആസ്വദിക്കുകയാണ് നബിയേ എന്ന് പറഞ്ഞപ്പോ ത്വാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബ, സ്വർഗത്തിൽ എല്ലാവരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സഹാബ. സ്വർഗത്തിൽ അങ്ങനെ കാണാത്ത സന്ദർഭമൊന്നും ഉണ്ടാവില്ല. എല്ലാവരെയും എപ്പോഴും കാണുന്നതാണ് സഹാബ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണ്ടായി. അപ്പോ ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടുന്ന സൗന്ദര്യമായിരുന്നു മുഹമ്മദ് നബി. കേൾക്കണം നിങ്ങൾക്ക്, ഈ സൗന്ദര്യം എല്ലാവർക്കും നൽകുന്ന ഒരു ദിവസമുണ്ട്. മുഹമ്മദ് നബിയുടെ സൗന്ദര്യം എല്ലാവർക്കും കിട്ടും. എവിടുന്ന് കിട്ടും? സ്വർഗത്തു നിന്ന് കിട്ടും. ആസ്വദിക്കുന്നതിനനുസരിച്ച് കൂടും. ഇന്നലത്തെ സൗന്ദര്യം ആസ്വദിക്കുമ്പോൾ ഇന്ന് പിന്നെയും കൂടിയിട്ടുണ്ടാവും, നാളെ പിന്നെയും കൂടും. കൂടിക്കൂടി വരുന്ന സൗന്ദര്യം, അതാണ് ജമാലിയത്ത്. അതാണ് പുണ്യനബിക്കുണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ജമാലിയത്ത്, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സൗന്ദര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. റജബ് കഴിഞ്ഞു, ഷഅബാൻ 15 നമ്മൾ എത്തിയിട്ടുണ്ട്. നമുക്കൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. റജബ് അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതാണ്, ഷഅബാൻ നബി തങ്ങളെ മനസ്സിലാക്കേണ്ടതാണ്, റമദാൻ ഉമ്മത്തിനെ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അള്ളാഹു തആല സംവിധാനിച്ചിട്ടുള്ളത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനുള്ള സംവിധാനത്തോടു കൂടെയാണ്. അള്ളാഹുവിനെ മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റഹ്മത്താണ്. അള്ളാഹിനെ മനസ്സിലാക്കുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് റഹ്മത്താണ്. ബിസ്മില്ലാഹി റഹ്മാനി റഹീം.
റഹ്മാനും റഹീമുമായ അള്ളാഹു. അതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ റമദാനിൽ ആദ്യം അള്ളാഹു തആല റഹ്മത്തിന്റെ 10 ദിവസം വെക്കുകയാണ്. ഇതേ ക്രമത്തിലാണ് കൊണ്ടുപോകുന്നത്. റജബിൽ അള്ളാഹിനെ മനസ്സിലാക്കണം, ഷഅബാനിൽ നബിതങ്ങളെ മനസ്സിലാക്കണം, റമദാനിൽ ഉമ്മത്തിനെ മനസ്സിലാക്കണം. റജബിൽ നഷ്ടപ്പെട്ടത് കൂടി ഷഅബാനിൽ കിട്ടണം. റജബിലും ഷഅബാനിലും നഷ്ടപ്പെട്ടത് റമദാനിൽ കിട്ടണം. റജബിൽ നഷ്ടപ്പെട്ടത് ആദ്യത്തെ 10 കിട്ടണം. ഷഅബാനിൽ നഷ്ടപ്പെട്ടത് രണ്ടാമത്തെ 10 കിട്ടണം. മഗ്ഫിറത്തിന്റെ വഴിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലൗ അന്നഹും ഇളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. മഗ്ഫിറത്തിന്റെ വഴിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ എല്ലാ അമാലുകളും എനിക്ക് രാവിലെയും വൈകുന്നേരവും വെളിവാക്കപ്പെടുമെന്നും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും ഇസ്തിഗ്ഫാർ ചെയ്യുമെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ഖും മിനന്നാർ എന്ന് പറയുന്നത് ഉമ്മത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓരോന്നും കഴിഞ്ഞു പോകുമ്പോൾ ഒന്നാമത്തെ 10ന്റെ അന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഖൽബ് പറയണം അൽഹംദുലില്ലാഹ്, ഒന്നാമത്തെ 10 മുതലായി, ഇനി രണ്ടാമത്തെ 10 ഇതേമാതിരി കിട്ടിയാൽ മതിയായിരുന്നു. 20ന്റെ അന്ന് മഗ്‌രിബ് ബാങ്ക് കൊടുത്ത് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ഖൽബ് പറയണം അൽഹംദുലില്ലാഹ്, രണ്ടാമത്തെ 10 മുതലായി, മൂന്നാമത്തെ മുതലായാൽ മതിയായിരുന്നു. 30ന്റെ അന്ന് നോമ്പ് തുറക്കുമ്പോൾ നമ്മുടെ ഖൽബ് പറയണം അൽഹംദുലില്ലാഹ്, ഇക്കൊല്ലത്തെ റമദാൻ മുതലായിട്ടുണ്ട് പഠിച്ചവനെ, എല്ലാ കൊല്ലവും ഇങ്ങനെ ആക്കി തരണേ. അങ്ങനെ പറയാൻ കഴിയണം. അപ്പോഴാ ഓരോ റമദാനും മുതലാണെന്ന് അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. നമുക്ക് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് പിരിയാം. ഇവിടെ നമ്മൾ ഇൻഷാ അല്ലാഹ് 1-2 ക്യാമ്പുകളും പരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഗർഭം, പ്രസവം, സന്താന പരിപാലനം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യേകമായ ചില കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഇസ്ലാമിക് ഗൈനക്കോളജി എന്നൊരു വിഷയം, പുരുഷന്മാർക്ക് ഇസ്ലാമികമായ കാഴ്ചപ്പാടുകൾ വെച്ചുകൊണ്ടുള്ള കുടുംബജീവിതം, ലൈംഗിക ജീവിതം എന്നിവയെ കുറിച്ച് പറയുന്ന ഒരു സെക്സോളജിയെ കുറിച്ചുള്ള ഒരു ക്ലാസ്, അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള 2 പരിപാടികൾ ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകമായ ഒരു ക്യാമ്പും പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള പ്രത്യേകമായ ഒരു ക്യാമ്പും. അതിലൊക്കെ എല്ലാവരും പങ്കെടുക്കുകയും ഇവിടെ ചുരുങ്ങിയ സൗകര്യമാണുള്ളത് എന്നതുകൊണ്ട് നേരത്തെ രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടാണ് ആ പരിപാടികൾ വെക്കുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും താല്പര്യപ്പെടണം. എന്നിട്ട് ആ ക്ലാസ്സുകളിൽ രജിസ്റ്റർ ചെയ്ത് കുട്ടികളെ പങ്കെടുപ്പിക്കണം. മുതിർന്നവർ പങ്കെടുക്കേണ്ടതിൽ അവർ പങ്കെടുക്കണം. ഇൻഷാ അല്ലാഹ് നന്നാവും എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് എല്ലാവരും ആ വിഷയത്തിൽ ശ്രദ്ധയുണ്ടാവണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരാഴ്ചത്തെ പരിപാടിയാണ് ഇവിടെ ഉള്ളത്. ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോയതിന് ശേഷം പിന്നെ നിങ്ങൾ ഫോൺ ചെയ്യാൻ നിൽക്കണ്ട, ആദ്യം തന്നെ ക്ലാസ്സിൽ പങ്കെടുത്തോളി, അത് നന്നായിരിക്കും എന്നാണ് പറയാനുള്ള സംഗതി. എന്താ കണ്ടത്? പ്രിയമുള്ളവരെ, നമ്മുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ച എല്ലാ പരിപാടികളും വളരെ സുപ്രധാനമർഹിക്കുന്നവയാണ്. ഇന്ന് ഒരു പൊതു പരിപാടി ആയതുകൊണ്ട്, പ്രത്യേകിച്ച് ഷഅബാനും 15ഉം ഒക്കെ ആയതുകൊണ്ട് അത് സംബന്ധമായി ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് നല്ല ഒരുപാട് ഉപദേശങ്ങളാണ് നൽകിയത്. ഓരോ വിഷയങ്ങളിലും അത് സംബന്ധമായ ഗഹനമായ അറിവ് ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതുകൊണ്ട് അതാത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആളുകൾ ആ ഓരോ വിഷയങ്ങളിലും പങ്കെടുക്കാൻ ശ്രമിക്കണം. കുട്ടികളെ പങ്കെടുപ്പിക്കുന്ന കാര്യം പ്രത്യേകിച്ച് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. ടീനേജ് മേറ്റ് ഒരു കുട്ടി കൗമാരത്തിലേക്ക് കടക്കുമ്പോഴാണ് ആ കുട്ടിയുടെ സാമൂഹികമായ ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെടുന്നതും അത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അത് സംബന്ധമായ വളരെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കുട്ടികൾക്ക് നൽകി അവരെ നല്ല കുട്ടികളാക്കി വളർത്തുന്നതിന് വേണ്ടിയുള്ള ഇസ്ലാമിക് കൗൺസിലിന്റെ ഒരു